thank you for every smile. I know you had a lot to do. I'm glad that you paused a while. You took time to listen and to hear, to laugh, just be there. I heard the lesson loud and clear. I matter to you, you care. 'Cause when you reach out and you touch me with your heart, and then you hold what I'm becoming in your hands, and though you're with me just a while today, you hold tomorrow's smile in your hands, in your hands, in your hands. Teacher, I wrote this song for you. Melody, words and rhyme, lessons you taught me yesterday have disappeared into time. But teacher, I never will forget a look you gave to me. I saw reflected in your eyes the somebody I could be. 'Cause when you reach out and you touch me with your heart, then you hold what I'm becoming in your hands, and though you're with me just a while today, you hold tomorrow's smile. പിതാവേ, തലമുറ തലമുറയായി അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുതിയ വർഷത്തിൻ്റെ ആദ്യ ദിനങ്ങൾ കൂടി ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ ഈ സമയം വരെയും വ്യാപരിച്ച കൃപകളെ നന്ദിയോടെ ഓർക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് താമസിപ്പാൻ ഭവനവും ഭക്ഷിപ്പാൻ ആഹാരവും, കർത്താവെ ധരിപ്പാൻ വസ്ത്രവും, ഉപജീവനത്തിനുള്ളതായ ജോലി കാര്യങ്ങളൊക്കെയും നൽകുന്ന ദൈവം അവിടെ നിന്നാകുന്നുണ്ട്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അനിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 33 വർഷക്കാലം അനുഗ്രഹിക്കപ്പെട്ട അധ്യാപക വൃത്തിയിലായിരിക്കാൻ കർത്താവ് തുണച്ചല്ലോ. അനേക കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായി നിൻ്റെ മകളെ നീ എടുത്ത് ഉപയോഗിച്ചതോർത്ത് സ്തോത്രം. പ്രധാന അധ്യാപികയായി റിട്ടയർ ചെയ്യുന്നു. കർത്താവ് ഒത്തിരി ജീവിതാനുഭവങ്ങൾ കൂടിയൊക്കെയും നിൻ്റെ മകൾ കടന്നുപോയി. എല്ലാത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലഭിച്ചിരിക്കുന്ന നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. തനിക്ക് ദൈവം നൽകിയതായ കഴിവുകൾ തുറന്നും ദൈവനാമഹത്വത്തിന് വേണ്ടിയും സഭയുടെയും സമൂഹത്തിൻ്റെയും കെട്ടുപണിക്ക് വേണ്ടിയും ഉപയോഗിക്കുവാൻ നിൻ്റെ മകളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്രമകാലം ആകുന്നുവെങ്കിലും കൂടുതൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിപ്പാനുള്ളതായ എല്ലാ ബലവും ശക്തിയും നിൻ്റെ മകൾക്ക് നീ നൽകണമേ. സജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകൻ്റെയും പ്രവർത്തന മേഖലയിൽ ദൈവകൃപ വ്യാപരിക്കണം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഓർക്കുന്നു. വിവാഹജീവിതം നയിക്കുന്ന മകൾക്കായി, അതുപോലെ തന്നെ മകനായി എല്ലാം പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും നിൻ്റെ കൃപകളെ നീ ചൊരിയണം. സഹോദര ഭവനങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ഇവിടെ സംബന്ധിപ്പാനും നിൻ്റെ മകൾക്ക് ആശംസകൾ നേരുവാനൊക്കെയും നീ ഇടയാക്കുന്നതോർത്ത് സ്തോത്രം. തുടർന്നുള്ള എല്ലാ ചടങ്ങുകളെയും അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ സ്നേഹവിരുന്നിൽ കൂടി വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. അതിനു മുന്നോടിയായി എന്തിന് ഇങ്ങനൊരു ചടങ്ങ് പെട്ടെന്ന് ഓർഗനൈസ് ചെയ്തു എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 2026 അമ്മ റിട്ടയർ ചെയ്യുന്ന വർഷമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും മക്കൾ രണ്ടുപേരും വരണം എന്നുള്ളത് അമ്മയുടെ സ്വപ്നമായിരുന്നു. സോ ഞങ്ങൾക്ക് തോന്നി ജസ്റ്റ് ഒരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ സ്കൂളിൽ മാത്രമായി തീർക്കാതെ അമ്മയ്ക്ക് മരണം വരെ ഓർത്തിരിക്കാൻ ഒരു മനോഹരമായ ദിവസം സമ്മാനിക്കാമെന്ന്. സോ അമ്മയുടെ വളരെ ക്ലോസ് സർക്കിളിലുള്ള റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, സ്കൂളിൽ മീറ്റ് ചെയ്ത ടീച്ചേഴ്സ്, ഈ 33 വർഷം അമ്മയുടെ ജേർണിയിൽ സപ്പോർട്ട് ചെയ്ത സ്റ്റാഫ്സ് എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാമെന്നാണ് ഞങ്ങൾ മക്കളുടെ ഒരാഗ്രഹം.
ആൻഡ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരു വ്യക്തി ആയുസ്സോടെ ആരോഗ്യത്തോടെ ഓർമ്മശക്തിയോടെയും വൈബ്രൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ അക്നോളേജ് ചെയ്യാനും അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമുക്ക് പറ്റണം. മക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് അമ്മയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രൈസ്ലെസ് ആയ ഗിഫ്റ്റ് കൂടിയാണ് ഈ ദിവസം. 33 വർഷം ഒരു ചെറിയ ടൈം പീരിയഡ് അല്ല. 23-ാം വയസ്സിൽ ഹൈസ്കൂൾ അധ്യാപികയായി ജോയിൻ ചെയ്തു. ഐ ഓൾവേസ് സേ പ്രൗഡ്ലി ദാറ്റ് മൈ ഗ്രാൻഡ് മദർ ഈസ് എ ടീച്ചർ, മൈ മോം ഈസ് എ ടീച്ചർ, ഹർ സിസ്റ്റർ ഈസ് എ ടീച്ചർ, ഹർ സിസ്റ്റേഴ്സ് ഡോട്ടർ ഈസ് എ ടീച്ചർ, അപ്പാ സിസ്റ്റർ ഈസ് എ ടീച്ചർ ആൻഡ് മീ ഓൾസോ ആസ് എ ടീച്ചർ. സോ ടീച്ചിങ് ഈസ് ഇൻ അവർ ബ്ലഡ്. സോ വി ഓൾ ആർ ഹാപ്പി ഫോർ ദാറ്റ്. അമ്മയിൽ ഞാൻ കണ്ട ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. സ്വന്തം മക്കളേക്കാൾ സ്കൂളിലെ സ്റ്റുഡൻസിനെ സ്നേഹിച്ചതിന്, അവരെ കൺസിഡർ ചെയ്തതിന്, അമ്മയുടെ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് മാത്രമായി തരാതെ ആ നാടിന് മുഴുവൻ അമ്മയായി തീർന്നതിൽ ഞാൻ സന്തുഷ്ടയാണ്. ബർത്ത്ഡേക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആ സ്കൂളിൽ യൂണിഫോം ഇട്ട് മുട്ടായി കൊടുക്കുന്നത്. അമ്മ പറയുന്നത് ആ 40 പേരും നിങ്ങൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ഇട്ട് വന്നാൽ അവർക്ക് വിഷമാവും. സാധാരണക്കാരും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്, നിങ്ങൾ ഇത്ര എക്സ്പെൻസീവ് ഡ്രസ്സ് ഇട്ട് പോകണ്ട. 5ാം ക്ലാസ്സുകാരിക്ക് വിഷമം വന്നെങ്കിലും ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഒരു സാധാരണ ടീച്ചറിനേക്കാൾ ഒരുപാട് മുകളിലാണ് അമ്മ ചിന്തിച്ചത്. അതുപോലെ ഞങ്ങൾ പണ്ട് കളിക്കുമ്പോൾ വീഴുമ്പോൾ അമ്മ പറയും 10ാം ക്ലാസ് 4 മോളെ വീടല്ലേ എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ 10ാം ക്ലാസ് 4 ഡിവിഷൻ ഉള്ളത് കൊണ്ട് പോർഷൻ തീർക്കാൻ പറ്റത്തില്ല, റിവിഷൻ ചെയ്യാൻ പറ്റില്ല, എന്നാൽ മോളെ വീണാൽ നിൻ്റെ കാല് വേദനയ്ക്കും നമ്മൾ പറയത്തില്ല. അപ്പോൾ അമ്മ എന്നും ഞങ്ങളെക്കാൾ ഉപരി മക്കളെ സ്കൂളിലെ കുട്ടികളെ കൺസിഡർ ചെയ്തതുകൊണ്ടാണ് അമ്മ ഇത്രയും ആരോഗ്യത്തോടെ നടക്കുന്നത്. ഈ 33 വർഷക്കാലം ദൈവം സഹായിച്ച് ഞങ്ങൾ ആരും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ല. അമ്മയെ ഞാൻ ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. ദൈവം അത്രമേൽ അമ്മയ്ക്ക് ആരോഗ്യവും ആയുസ്സും കൊടുത്തു. അമ്മാൾ സാർ, എൻ്റെ അമ്മച്ചിയെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ മുൻപിൽ ഇരിക്കുന്ന മക്കളെ ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുക, ദൈവം നിൻ്റെ മക്കളെ ഉയർത്തും. അപ്പയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ എല്ലാ അലവൻസും ഉണ്ട്. ഞങ്ങൾക്ക് 18 വയസ്സ് വരെ ഫ്രീ ആയിട്ട് ഏതെങ്കിലും CBSE സ്കൂളിൽ പഠിക്കാമായിരുന്നു. പക്ഷേ അമ്മ എടുത്ത ഡിസിഷൻ എൻ്റെ ഭാര്യയുടെ സ്കൂളിൽ പഠിക്കട്ടെ, മക്കളും അമ്മ ഒരുമിച്ച് പോട്ടെ എന്നായിരുന്നു. ആ ഒരു ഡിസിഷൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. അമ്മയുടെ കേരള സിലബസിൽ പഠിച്ചപ്പോൾ ഒരുപാട് വേദികൾ എനിക്ക് ലഭിച്ചു. അതായത് IT ക്ലബ്, സയൻസ് ക്ലബ്, മാത്സ് ക്ലബ്സ്, കലോത്സവം, ശാസ്ത്രമേള, NCC, JRC എന്ന് തുടങ്ങി അറബി, ഉറുദു, പദ്യം ചൊല്ലലിന് വരെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വരെ പോയി സമ്മാനം വാങ്ങിച്ച ചരിത്രമുണ്ട്. കാരണം എല്ലാ കോമ്പറ്റീഷൻസിനും അമ്മ തിരക്കിനകത്താണെങ്കിലും നാളെ പ്രകൃതി ദിനമാണെങ്കിൽ അതിനൊരു എസ്സേ എഴുതി തരും, രാവിലെ പഠിക്കണം, പോയി എഴുതണം. അതാണ് അമ്മയുടെ ഒരു സ്ട്രാറ്റജി. ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന 100 ട്രോഫിയും ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അത് അമ്മയുടെ കഷ്ടപ്പാട് ഒന്നുകൊണ്ട് മാത്രമാണ്. അത് തന്നത് വെറും ട്രോഫി മാത്രമല്ല, ദ കോൺഫിഡൻസ്, സ്റ്റേജ് ഫിയർ ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ, എല്ലായിടത്തും പോയി പറയാൻ ആ ഒരു കോൺഫിഡൻസ്, അത് അമ്മ ഞങ്ങൾക്ക് തന്നത് ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രമാണ്. ജാതി മതവർഗ വർണ്ണ വിവേചനം കൂടാതെ അമ്മ സ്കൂളിലെ കുട്ടികളുടെ ഉന്നമനത്തിനായി ഒരുപാട് കാര്യങ്ങൾ 33 വർഷം ചെയ്തു. കേവലം HM ആയിട്ട് ഞാൻ കുറേ കാര്യം ചെയ്യും എന്ന് പറയാതെ 23-ാം വയസ്സിൽ സ്കൂളിൽ പ്രവേശിപ്പിച്ചപ്പോൾ തൊട്ട് ആത്മാർത്ഥത, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീച്ചറിനെ ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ കണ്ടിട്ടില്ല. അത്രയും ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അമ്മയുടെ ഇത്രയും വർഷത്തെ ആത്മാർത്ഥത കാരണമാകാം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചത്. ഞങ്ങളുടെ സ്വപ്നത്തിൽ IITസിലോ NITസിലോ ഒക്കെ പോയി PhD എടുക്കാമെന്നായിരുന്നു. പക്ഷേ QS വേൾഡ് റാങ്കിങ്ങിൽ 100-നകത്തുള്ള 75ാമത്തെ യൂണിവേഴ്സിറ്റീസിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ. അവിടുന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ പറ്റിയത് അമ്മ ജാതി മതവർഗ വിവേചനം ഒന്നും കൂടാതെ കുട്ടികളെ പഠിപ്പിച്ചത് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ കഴിവും മിടുക്കോ ഒന്നുമല്ല. അമ്മ എന്ന അമേസിങ് ടീച്ചർ കം ലേണർ. ഒരു ദിവസം പോലും ഈ 33 വർഷം ശാപവാക്ക് പറഞ്ഞ് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. മടുത്തു ഈ ജീവിതം, എന്തിനാ സ്കൂളിൽ പോകുന്നത്, എന്തെങ്കിലും എങ്ങനെയും പോവാം എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല. മറിച്ച് വളരെ പ്രിപ്പയർഡായിട്ട്, വളരെ നീറ്റായിട്ട് സാരി ഉടുത്ത് ഓരോ ദിവസവും അതിന് മാച്ചിങ് കമ്മലും വളയൊക്കെ ഇട്ട് പോകുന്ന അമ്മേനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആൻഡ് അത് കൺസിസ്റ്റൻസ് ആയിട്ട് ഈ 33 വർഷം അമ്മ ചെയ്തു. ഈ 2026-ൽ അമ്മയും ഞാനും ഞങ്ങൾ രണ്ടുപേരും സെക്കൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അഭിമാനത്തോടെ ഇവിടെ അറിയിക്കുന്നു. അമ്മ MSW പാസ്സായിട്ടുണ്ട്. ഫസ്റ്റ് സെം റിസൾട്ട് വന്നപ്പോൾ ഒരു പേപ്പർ ഫെയിലായി. അപ്പം ഞാൻ ഓർത്തു ഷീ വിൽ ഗിവ് അപ്പ്, ബട്ട് ഷീ ഡിൻറ്റ്. അതാണ് എനിക്ക് അമ്മയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അമ്മയ്ക്ക് ഒരുപാട് എക്സ്ക്യൂസ് പറയായിരുന്നു. HMൻ്റെ തിരക്കുണ്ട്, ആക്ടിവിറ്റി ഉണ്ട്, എനിക്ക് പഠിക്കാൻ സമയമില്ല. ഞാൻ നോക്കുമ്പോൾ രാത്രിയിൽ ഇരുന്ന് അസൈൻമെൻറ്റ് എഴുതുക, രാത്രി ഇരുന്ന് പഠിക്കുക. ചില സെമിനാറൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, PPT ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. പക്ഷേ ആ 50-ാം വയസ്സിലും കാണാൻ പഠിച്ച് പരീക്ഷ എഴുതുക, അല്ല എന്തൊക്കെ ഓർത്തൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിക്കും, അമ്മ പാസ്സാകുമോ? അപ്പം അമ്മ പറയും, ഈസും പാസ്സും ഒക്കെ തെറ്റിയെന്നുള്ളത് തോന്നുന്നേ, പക്ഷേ പാസ്സാകുമായിരിക്കും. പക്ഷേ ആ ഒരു കോൺഫിഡൻസ്, അമ്മ 50-ാം വയസ്സിൽ ആ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിൽ ഞാൻ അഭിമാനിക്കുന്നു. അമ്മയ്ക്ക് MSW കോഴ്സ് അമ്മയുടെ
റിട്ടയർമെൻറ്റ് ലൈഫിൽ ഏറ്റവും ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എ ഹോൾ ഡേ വിത്ത് അമ്മ ഇസ് ലിറ്ററലി ഫ്രസ്ട്രേറ്റിംഗ് ആൻഡ് ഇറിറ്റേറ്റിംഗ് ഫോർ അസ്. എപ്പോഴും ഫോൺ കോൾസ് ആയിരിക്കും, എപ്പോഴും വോയിസ് മെസ്സേജസ് ആയിരിക്കും. നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരും. ചിലപ്പോൾ ദൂരെയാണ്, ഞാൻ ദുബായിലും എൻ്റെ ബ്രദർ UK യിലുമാണ്. ഞങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്യും. ആശ്രീസ് വിളിക്കുന്നു, ഡിയോ വിളിക്കുന്നു, എബി സാർ വിളിക്കുന്നു, ജെബി സാർ വിളിക്കുന്നു, മോളെ പിന്നെ വിളിക്കാം. ഈ ഒരു രീതിയാണ് അമ്മയ്ക്ക്. പക്ഷെ നമുക്ക് വിഷമം വരുമെങ്കിലും വി ഓൾ സാക്രിഫൈസ്ഡ്. ആസ് എ ഫാമിലി അപ്പയും ബ്രദറും ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി ടൈം എസ്പെഷ്യലി അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ ഉള്ള ടൈം, അമ്മ അത്രയും ടൈം സ്കൂളിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. എന്നും അമ്മയുടെ ഉയർച്ച കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അമ്മ ഉയർന്ന് പോകുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ചിറക് വിരിച്ചാൽ മാത്രമേ എത്ര ഉയരത്തിൽ പറക്കാൻ പറ്റൂ എന്ന് നമുക്കറിയൂ. അമ്മയുടെ ചിറകുകൾ അപ്പയോ ഞങ്ങൾ മക്കളോ കെട്ടിയിടാൻ ശ്രമിച്ചിട്ടേ ഇല്ല. മറിച്ച് അമ്മ പറക്കട്ടെ അപ്പ എന്നാണ് ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഫാമിലിക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്ത് വെറുതെ ഈ ഭൂമിയിൽ ജനിച്ചു, അതുകൊണ്ട് ജീവിച്ച് തീർത്തേക്കാം എന്നുള്ളൊരു ലൈഫ് ആകാതെ ഷീ ലിവ്ഡ് ഹെർ ലൈഫ്. ഐ റിപ്പീറ്റ്, ഷീ ലിവ്ഡ് ഹെർ ലൈഫ്. അമ്മ ജീവിച്ചു, അമ്മയുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തു തന്നെ ജീവിച്ചു. അതിൻ്റെ ഫുൾ സപ്പോർട്ട് ഞാനും അപ്പയും ബ്രദറും അമ്മയ്ക്ക് കൊടുത്തു. ഈ റിട്ടയർമെൻറ്റ് ഞങ്ങൾ മക്കൾക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത് ഇത്രയും വർഷം 30 വർഷത്തിൽ കൂടുതൽ അമ്മച്ചി പഠിച്ചു സ്കൂളിൽ. അമ്മച്ചി അപ്പച്ചനോടെയാണ് പഠിച്ചത്. അമ്മച്ചി അവിടെ 30 വർഷം പഠിച്ചു. അമ്മയും ഷീലമ്മ അവിടെ പഠിച്ചു, അമ്മ അവിടെ പഠിപ്പിച്ചു. രേഷ്മയും ഞാൻ ലുട്ടു അവിടെ പഠിച്ചു. അപ്പോൾ ഇത്രയും ആളുകളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു സ്കൂളിൽ നിന്ന് അമ്മ പടി ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ വിങ്ങൽ തന്നെയുണ്ട്. ഈ 33 വർഷം അമ്മയുണ്ടാക്കി നല്ല സൗഹൃദങ്ങൾ എല്ലാവരെയും ഈ ഗ്യാതറിങ്ങിൽ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് അമ്മ അതിയായി ആഗ്രഹിച്ചു. 2 വർഷം കോട്ടൺ ഹിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ സാധാരണക്കാരോടൊപ്പം ഇരുന്ന് പഠിച്ചാൽ ജീവിതത്തിൽ മെറ്റീരിയലിസ്റ്റിക്കായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം റിയൽ ലൈഫ് അല്ലാതെ കുറച്ച് നല്ല മൊമെൻറ്റ്സിനായി ജീവിക്കണം എന്നെനിക്ക് മനസ്സിലായി. അതിൽ നിന്ന് കണ്ടെയ്ൻമെൻറ്റ്, ആത്മസംതൃപ്തി കൈവരിക്കണമെന്ന് ഞാൻ പഠിച്ചു. 8 വർഷത്തെ എൻ്റെ ഹോസ്റ്റൽ ജീവിതം ഞങ്ങൾ 18 വയസ്സായപ്പോൾ തന്നെ അമ്മ ഷീ സ്റ്റോപ്ഡ് ഹെർ പാരൻറ്റിങ്. പിന്നെ ഇനി പാരൻറ്റിങ് ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് ജീവിക്കണം. ആ ഫ്രീഡം അത് തോന്നിയ പോലെ ജീവിക്കാനല്ല, മറിച്ച് ഫ്രീഡം അമ്മ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. നിങ്ങളുടെ ലൈഫിൽ ഡിസിഷൻസ് എടുക്കുക, മിസ്റ്റേക്സ് വരും, മനുഷ്യരാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ട്രസ്റ്റ് ഈസ് ലൈക്ക് എ മിറർ മോളെ. അത് ബ്രേക്ക് ആയാൽ അത് ഒരിക്കലും നമുക്ക് ഒട്ടിച്ച് തീർക്കാൻ പറ്റില്ല. ട്രസ്റ്റ് ഈസ് ലൈക്ക് എ മിറർ. സോ ഈ 18 വയസ്സിൽ തന്ന സ്വാതന്ത്ര്യം ഞാൻ ഇന്നും അത് മിററും പൊട്ടാതെ സൂക്ഷിച്ചു എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. എന്നെ ഇത്രയും വർഷം ഒറ്റയ്ക്ക് വിട്ടതുകൊണ്ട് അമ്മ കരഞ്ഞിട്ടില്ല ഹോസ്റ്റലിലൊന്നും. പക്ഷേ സെയിൻറ്റ് ട്രീസസ് കോളേജിൽ ഫസ്റ്റ് റാങ്കോടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അമ്മ എന്തിനാ കരയുന്നത്, ഇത്ര വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. 18 വയസ്സിൽ +2 കൊണ്ട് ചേർത്തപ്പോൾ പോലും അമ്മ കരയില്ല. അമ്മ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അമ്മ പോയി, ഒന്നും പറഞ്ഞില്ല. പക്ഷേ അന്ന് അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അമ്മ കരഞ്ഞത് എൻ്റെ അമ്മയായിട്ടല്ല, അനില ടീച്ചർ എന്ന വ്യക്തിയാണ് അവിടെ കരഞ്ഞത്. കാരണം അമ്മ അത്ര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അമ്മ അന്ന് കരഞ്ഞതിൻ്റെ ഒരു റീസൺ, നാളെ മുതൽ എൻ്റെ മോള് സാരി ഉടുത്ത് ക്ലാസ്സിലോട് ചെല്ലുമ്പോൾ സ്നേഹ ടീച്ചറെ എന്ന് വിളിക്കുന്നത് കേൾക്കുന്ന ആ ഇമേജ് കാരണമാണ് അമ്മ അന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയത്. അതിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ. ഐ ചൂസ് ഹെർ പാഷൻ ആസ് മൈ പ്രൊഫഷൻ. നാട്ടിൽ എവിടെയെങ്കിലും പോയാൽ, ഒരു ഷോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോയാൽ അനില ടീച്ചറിൻ്റെ മോളാണോ ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും കേൾക്കുന്നത്. അത് അഭിമാനത്തോടെ ഞാൻ ആൻസർ ചെയ്യും, അതേ അനില ടീച്ചറിൻ്റെ മോളാണ്. സെൻറ്റ് ട്രീസസിൽ ഒരു സമയം വന്നപ്പോൾ അമ്മയോട് എല്ലാവരും ചോദിച്ചു, സ്നേഹ മിസ്സിൻ്റെ മോളാണോ? ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഐ വാസ് പ്രൗഡ് ദാറ്റ് യെസ്, ഇതെൻ്റെ അമ്മയാണ് എന്ന് പറയാൻ. അതുപോലെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ വേർ ഡു ഓൾ ദ ടീച്ചേഴ്സ് ഗോ എന്ന പദ്യം പഠിക്കാനുണ്ടായിരുന്നു. ആ എക്സാമിന് ഞാൻ എഴുതിയ ആൻസറിന് പ്രൊഫസർ DC ഓസം എന്നാണ് ആൻസർ പേപ്പറിൽ എഴുതിയത്. ആ ആൻസർ അത്രമേൽ മനോഹരമാകാൻ ഒരു കാരണമേ ഉള്ളൂ, എൻ്റെ അമ്മ ടീച്ചറാണ്. ആൻഡ് ഐ നോ വേർ ഡു ഓൾ ദ ടീച്ചേഴ്സ് ഗോ. താങ്ക് യു അമ്മ ഫോർ ഇൻസ്പയറിംഗ് മീ. I can't accept that she is going to retire in a couple of months. I still believe she is going to inspire, teach a lot of students waiting for in your coming years. This day is for you, Amma. May God bless you. കരയരുതെന്ന് വിചാരിച്ചു, കരയുന്നില്ല. ഇനി എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ആനമല മർത്തോമ ചർച്ച് വികാരി ഡോക്ടർ PP തോമസ് അച്ഛനെ ഏറ്റവും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മർത്തോമ സഭയിലെ സീനിയർ വൈദികനും ഇടവകാംഗവും ഞങ്ങളുടെ സ്കൂളിലെ മാനേജറുമായിരുന്ന KK തോമസ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇടവകയിലെ മുൻ വികാരിമാരായിരുന്ന സാം ജോൺ അച്ഛൻ, ജോൺ ജോർജ് അച്ഛൻ, എബ്രഹാം P. ഉമ്മൻ അച്ഛൻ എന്നിവരെയും ഫിലിപ്പ് അച്ഛനെയും സാബു ജോർജ് അച്ഛനെയും അമ്മയുടെ സഹപാഠികളായ തോമസ് P. നയനാൻ അച്ഛനെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ അമ്മയുടെ സുഹൃത്തുക്കൾ, അധ്യാപകർ, ഓഫീസ് സ്റ്റാഫ്, PTA അംഗങ്ങൾ,
സുഹൃത്തുക്കൾ, അയൽവാസികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, റിലേറ്റീവ്സ്, ആനമല ഇടവക ജനങ്ങൾ, പപ്പയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് ഓഫീസേഴ്സ്, വ്യക്തികളായും കുടുംബങ്ങളുമായി എത്തിയിട്ടുള്ളവർ, ഭക്ഷണം തയ്യാറാക്കിയവർ, വീഡിയോഗ്രാഫേഴ്സ്, എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ആനമല സെൻറ് തോമസ് മർത്തോമ ചർച്ച് വികാരി റെവറൻഡ് ഡോക്ടർ പി തോമസ് അച്ഛനെ ക്ഷണിക്കുന്നു. വന്ദരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയരെ, വളരെ സന്തോഷകരമായ ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിന് ദൈവം തമ്പുരാൻ തന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോട് പറഞ്ഞത് ഞാൻ റിട്ടയർ ചെയ്യുകയാണ്, അതുകൊണ്ട് ഒരു സ്നേഹവിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്നപ്പോൾ അധ്യക്ഷ പ്രസംഗമെന്നും പറഞ്ഞൊരു പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നു. അപ്പോൾ ഞാൻ അന്നോട് ചോദിച്ചു, എന്നെ ഉണ്ണാൻ വിളിച്ചേച്ച് പ്രസംഗമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചോ, പറഞ്ഞു പ്രസംഗിച്ചില്ലെങ്കിൽ ഭക്ഷണം തരത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 33 വർഷം ഒരു അധ്യാപികയായി പ്രവർത്തിച്ച് ആ സ്ഥാപനത്തിലെ ഹെഡ് മിസ്ട്രസ് പദവിയിലെത്തി റിട്ടയർമെൻറ്റിലേക്ക് പ്രവേശിക്കുന്നു. ദൈവം കഴിഞ്ഞ നാളുകളിൽ നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുവാനും ഇക്കാലം അത്രയും അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിച്ച കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ചാർച്ചക്കാരോടും വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്ന ഇടവകയിലെ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ഈ ഒരു റിട്ടയർമെൻറ്റ് ആഘോഷിക്കുന്നതിന് പ്രിയപ്പെട്ട അനില ടീച്ചർക്ക് ദൈവം നൽകിയ നന്മകളോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇന്നിങ്ങനെ കൂട്ടായ്മ ക്രമീകരിച്ചതോർത്ത് ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യാണ്. എനിക്ക് വെറും 9 മാസത്തെ പരിചയമേ ഉള്ളൂ നമ്മുടെ ഇന്ന് റിട്ടയർമെൻറ്റ് ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട അനില ടീച്ചറുമായി. ഞാനിപ്പം ഗൗരവത്തോടെ ടീച്ചർ എന്നൊക്കെ വിളിക്കുന്നുള്ളൂ, ഇച്ചിരി കഴിയുമ്പോൾ ഞാനത് നിർത്തിക്കോളാം. എന്നേക്കാൾ വളരെ ചിരപരിചിതരായ അച്ഛന്മാർ, വളരെ അടുത്ത് പരിചയമുള്ള ആളുകളൊക്കെ ഇവിടെ പ്രസംഗത്തിനായിട്ടുണ്ട്. ലിസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഉടനെ ഭക്ഷണം കിട്ടുകയില്ലെന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. കുറേ വിദ്യാർത്ഥികളെയൊക്കെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ 33 വർഷം ഒരു സ്ഥാപനത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കിട്ടിയത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, പുണ്യമാണ്. ഈ അടുത്ത കാലത്ത് വരെ നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു, ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിയോഗമെന്ന് പറയുന്നത് അധ്യാപക ശുശ്രൂഷയാണ് എന്ന്. എന്നാൽ ഈ കാലത്തിൻ്റെ പുരോഗതി, ഞാൻ പറയുന്ന ഭാഷയെ പറഞ്ഞാൽ അധോഗതിയുടെ കാലത്ത് അധ്യാപകൻ എന്ന പദവി പോലും വല്ലാതെ ദുരുപയോഗപ്പെടുകയും ബഹുമാനമില്ലാതെയാകുകയും മാറുകയും ചെയ്യുന്ന ഒരു കാലമാണ്. എങ്കിലും ദൈവം തമ്പുരാൻ നൽകിയ ഈ വലിയ ഭാഗ്യ പദവിയിൽ സുദീർഘമായ വർഷങ്ങൾ പ്രവർത്തിക്കുന്നതിന് പ്രിയപ്പെട്ട അനിലേക്ക് ദൈവം നൽകിയ നന്മ ഓർക്കുന്നു. പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറയുന്നു. 2 കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മാത്രം പറഞ്ഞ് ഞാൻ ആശംസകൾ അറിയിച്ച് ഇരിക്കാം. 33 വർഷം ഒരു സ്ഥാപനത്തിൽ അധ്യാപികയായിരുന്ന് അതിന് ഹെഡ് മിസ്ട്രസ്സായി മാറി റിട്ടയർ ചെയ്യുമ്പോൾ ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയത്തിൻ്റെ ഒരു ജാട സാധാരണ അധ്യാപകർക്കുണ്ടാവാറുണ്ട്. സാധാരണ അധ്യാപകർക്കൊരു ജാടയുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ പൊസിഷനിലെത്തി വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജാട. പക്ഷേ അത് ലേശം പോലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അനില. വളരെ സിമ്പിളായി ഒരു അധ്യാപികയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഒന്നും അഭിനയിച്ച് കാണിക്കാതെ ഞങ്ങളോടൊക്കെ വളരെ സൗമ്യതയോടെ ഇടപെടുന്ന ഒരാളാണ്. ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ കാര്യമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ പറയുന്നത് വേറൊരാൾക്ക് മനസ്സിലാകണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടെയാണ് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ സാധാരണ പറയാറുള്ളത്. ചില മനുഷ്യരോട് നമുക്ക് വർത്തമാനം പറയാൻ പറ്റുകയില്ല. കാരണം ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമതൊരു വാചകം പറയാൻ തോന്നുകയില്ല. കാരണം അത്തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ. ചില പ്രസംഗത്തിന് പോയാൽ തന്നെ ചില മനുഷ്യർ മുമ്പിൽ ഇരുന്നാൽ പിന്നെ അടുത്ത വാചകം വരികയില്ല നമുക്ക്. കാരണം അങ്ങനത്തെ ഈ നെഗറ്റീവ് എനർജിക്കാരുടെ ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷേ അനിലയുടെ ഒരു പ്രത്യേകത, നമുക്ക് എത്ര നേരം വേണേൽ വർത്തമാനം പറയാം. അത് നമ്മുടെ കഴിവല്ല, അതുപോലെ വർത്തമാനം പറയാൻ ആഗ്രഹവും കഴിവുള്ള ഒരാളാണ്. നിർത്തത്തെ ഇല്ല, നോൺ സ്റ്റോപ്പ് വർത്തമാനമാണ്.
അപ്പം അതുകൊണ്ട് നമുക്ക് വിഷയദാരിദ്ര്യമില്ലാതെ സംസാരിക്കാൻ കഴിയും. ഇത്രയൊക്കെ മതി ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ സമ്പാദിക്കാനായിട്ട്. ഗൗരവം എടുത്തിട്ട് എന്ത് സാധിക്കാനാണ്? ജാട കാണിച്ച് ആരുടെ അടുത്ത് ഗമയെടുക്കാനാണ്? കഴിയുന്നിടത്തോളം മനുഷ്യനുമായി ഇടപെട്ട് സഹവസിച്ച് സന്തോഷത്തോടെ ഒരു മനുഷ്യനോട് സന്തോഷത്തോടെ വർത്തമാനം പറയാൻ കഴിയുന്നതിനപ്പുറത്തൊരു നേട്ടം ഒരു മനുഷ്യന് കിട്ടാനില്ല. അക്കാര്യത്തിൽ അനിൽ വിജയിച്ചു എന്ന് തന്നെ ഞാൻ പറയും. അതുകൊണ്ട് ഈ സന്തോഷ കൂട്ടായ്മയിൽ പ്രിയപ്പെട്ട അനില ടീച്ചർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുകയും നന്മ നേരുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിക്കുന്നതിനായി മുൻ വികാരി ആലമ്പുഴ സെന്റ് തോമസ് ചർച്ച് പുല്ലാട് റെവറൻഡ് സാം ജോൺ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനമുള്ള വികാരി അച്ഛൻ ഡോക്ടർ പി തോമസ് അച്ഛൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് ആശംസകൾ ഏറ്റുവാങ്ങുന്ന അനില കുടുംബം, മറ്റ് പ്രസംഗകർ, ഇവിടെ ആയിരിക്കുന്ന ബഹുമാനമുള്ള ഇടവജനങ്ങൾ, വീട്ടുകാർ, അധ്യാപകർ, അനധ്യാപകർ, സ്നേഹിതർ, എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. 2006 എനിക്ക് ഈ ഇടവയിൽ വരാൻ കഴിഞ്ഞത്. ഇടവയിൽ വരാൻ കഴിഞ്ഞൊരു ഭാഗ്യം, ഒരു നിമിത്തമാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെയുള്ള എല്ലാ വീടുകളും എനിക്ക് പരിചയമുണ്ട്. ഞാൻ വന്നപ്പോഴാണ് സാജനെയും അനിലയും കാണുന്നത്. അന്ന് സ്നേഹ വളരെ കുഞ്ഞായിരുന്നു, അനുഗ്രഹം അതിനേക്കാൾ പ്രായം കുറഞ്ഞ ആൾ. എന്നാൽ എന്നോടൊപ്പം ആ മിനിസ്ട്രിയിൽ വളരെയധികം കൈത്താങ്ങൾ നൽകിയ ഒരു കുടുംബമാണ് സാജൻ്റെ കുടുംബം. അന്ന് യുവനസഖ്യമൊക്കെ വളരെ ക്ഷീണിച്ച ഒരു സ്ഥിതിയിൽ സാജനെ യുവനസഖ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാക്കി. കുഞ്ഞുങ്ങൾ കുറേ കൂടെ യുവനസഖ്യ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ടു. ആ നിലയിലൊക്കെ അവരുടെ കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ഈ ഇടവയുടെ ഓരോ തുടിപ്പുകളിലും സാജനും അനിലയും മക്കൾ 2 പേരും ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അവരുടെ ഇടയാറുമുള്ള താമസിച്ചപ്പോൾ ആ വീട് സന്ദർശിക്കാനും അവിടെയുള്ള വീട്ടിൽ വെച്ച് നിരന്തരമായി യുവനസഖ്യത്തിൻ്റെയും മറ്റ് പ്രാർത്ഥനാ യോഗത്തിൻ്റെയും കൂട്ടായ്മകളൊക്കെ നടത്തിയ കാലഘട്ടം ഞാൻ ഓർക്കുന്നു. അനില 33 വർഷം ഒരു നല്ല അധ്യാപികയായി സേവനം ചെയ്തു. സമയം അതുല്യമാണ്. ആ സമയത്ത് ഗൗരവത്തോടുകൂടെ കണക്കിലെടുത്ത ഒരു മഹതിയാണ് അനില. ബഹുമാനപ്പെട്ട പി തോമസൻ പറഞ്ഞ പോലെ അനിലയുടെ മുഖത്ത് എപ്പോഴും നല്ല വിടരുന്ന പുഞ്ചിരിയുണ്ട്. എപ്പോഴും നല്ല സുസ്മേര വരതിയായി എപ്പോഴും കാണുകയാണ്. ഹിന്ദി വിഭാഗത്തിലാണ് അനില ഗവേഷണം നടത്തിയത്. പെട്ടെന്ന് അനിലയ്ക്ക് 23-ാമത്തെ വയസ്സിൽ സ്കൂളിൽ ജോലി കിട്ടി. ഏറ്റവും നല്ല നിലയിൽ അറിയപ്പെടുന്ന ഇടയാറമുള്ള ളാഗ സെൻറ്റ് തോമസ് മാർത്തോമ ഇടവീട് ഹൈസ്കൂളിൽ ഹിന്ദിയുടെ ഒരു അധ്യാപികയായി സേവനം ചെയ്തു വരവേ ഈ പിന്നിട്ട 4 വർഷം ആ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയായി തീർന്നു. ഓരോ ദിവസവും വരുന്ന ന്യൂസിൽ അനിലയും സഹ അധ്യാപകന്മാരും കുഞ്ഞുങ്ങളും ഒരുമിച്ച് നിന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങുന്നതും മറ്റ് വിവിധ നിലയിൽ അവർ പ്രക്ഷോഭിക്കുന്ന കാഴ്ച ആ സ്കൂളിൻ്റെ വളർച്ച ദൂരെ ഇരുന്നു കൊണ്ട് മുൻവികാരി എന്ന നിലയിൽ കാണാൻ കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ നിരന്തരമായ ഒരു സ്നേഹബന്ധം, എപ്പോഴും ഫോൺ വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അനിലയും സാജനും തമ്മിൽ നല്ല ഒരു അടുത്ത സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അനില സാജനെ സാജനെന്നാണ് വിളിക്കുന്നത്. അച്ചാച്ചാന്നോ അല്ലെങ്കിൽ പപ്പാന്നോ ചേട്ടാന്നോ ഒന്നൊക്കെ വിളിക്കാമായിരിക്കും. എന്നാൽ സാജൻ, എനിക്ക് അത് കേൾക്കുമ്പോൾ വളരെയധികം അരോചകത്വം തോന്നിയിട്ടുണ്ട്. സാജൻ അതേറെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അവർ തമ്മിൽ ഭാര്യ ഭർത്താവാണോ എനിക്കറിയാൻ പാടില്ല, സ്നേഹിതരാണോ, അപ്പനാണോ അമ്മയാണോ, സഹോദരനാണോ സഹോദരിയാണോ, ആ രീതിയിലായിരുന്നു അവരുടെ ഇടപെടൽ. ഞാനത് കണ്ട് സന്തോഷിച്ച ഒരാളാണ്. നിശ്ചയമായും അനിൽ ഒരു നല്ല അധ്യാപികയായി സേവനം പൂർത്തീകരിച്ചു. ചാരിതാർത്ഥ്യത്തോടുകൂടി സ്കൂളിൻ്റെ പടി ഇറങ്ങുക എന്ന് പറയുന്നത് നല്ല ഒരു അധ്യാപകയ്ക്ക് കഴിയുന്നതാണ്. ചില ആളുകൾ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വളരെ വിരസതയോടുകൂടെ കലാലയ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഒരു നല്ല അധ്യാപികയായി സേവനം ചെയ്ത് നല്ല ഓർമ്മകളോടുകൂടെ നല്ല ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഓർമ്മകളോടുകൂടെ തൻ്റെ പരിശ്രമങ്ങളൊന്നും വൃഥാവായി പോയില്ല എന്നുള്ള
വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടെ പടിയിറങ്ങാൻ കഴിയുന്നത് നല്ല ഓർമ്മകൾ തുടർന്നും സജീവമായി ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് ലഭിക്കും എന്ന് ഞാൻ ഓർക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ എല്ലാം പുറകിൽ അനിലയോടൊപ്പം നിന്ന സാജനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അനിലയ്ക്ക് ഇത്ര ഉയരാൻ കഴിഞ്ഞതൊക്കെ സാജൻ്റെ പ്രോത്സാഹനമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് സാജൻ. പക്ഷേ സാജനെ നോക്കി എത്ര വിനീതനാണ്, ശാന്തനാണ്, വളരെ സിംപിളിസിറ്റി ഓഫ് ലൈഫ് നടത്തുന്ന ഒരാളാണ്. എനിക്ക് ആ കുടുംബത്തെ നന്നായി അറിയാം. എല്ലാ ഭാവങ്ങളും അനിലയ്ക്ക് നേരുന്നു. ഈ റിട്ടയർമെൻറ്റ് കാലഘട്ടം വിരസത കൂടാതെ ഇടവേളയിലെ ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടുന്നതിന്, കൂട്ടായ്മയുമായി ബന്ധപ്പെടുന്നതിന്, നല്ല ക്രിസ്തീയ സാക്ഷ്യത്തിൽ മുതിർന്നു വരുന്നതിന്, മറ്റുള്ളവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്നതിന് അനിലയ്ക്കും കുടുംബത്തിനും എല്ലാ ഭാവങ്ങളും ഈ ഇടവയുടെ മുൻ വികാരി എന്ന നിലയിൽ ഞാനും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ സവിനയം അറിയിക്കുന്നു. ഞാനൊരു ഷാൾ അണിയിച്ച് ആദരിക്കണം വിചാരിക്കുന്നു. അനിലെ ഞാൻ മുൻപോട്ട് വിളിക്കും. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിക്കുന്നതിനായി അഡ്വക്കേറ്റ് ജോർജ് വർഗീസ് അങ്കിളിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഇടവക വികാരി അച്ഛൻ, കെ തോമസ് സാർ അച്ഛൻ അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള വൈദിക ശ്രേഷ്ഠരെ, ഇന്നത്തെ പ്രധാന താരമായ അനില ടീച്ചർ, കുടുംബാംഗങ്ങൾ, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, സഹോദരി സഹോദരന്മാരെ, ഇത് ഒരു അസാധാരണമായ മീറ്റിംഗാണ്. നമുക്കറിയാം, ഇന്നലെ ടീച്ചറുടെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട സ്കൂളിൽ വലിയ സമ്മേളനം നടന്നിരുന്നു. ഇതിനുശേഷം വിദ്യാർത്ഥികളുടെയൊക്കെ വലിയ മീറ്റിങ്ങുകൾ സ്കൂളിൽ നടക്കാനിരിക്കുകയാണ്. ഇത്തരത്തിലൊരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് സാജനും സ്നേഹമൊക്കെ കൂടി സംഘടിപ്പിച്ച ഒരു മീറ്റിംഗാണ്. ഇതൊരു വലിയ ഭാഗ്യമാണ്. പക്ഷേ ദീർഘമായി എന്തെങ്കിലും പറയുന്നത് അനൗചിത്യമാണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ ഈ ഓഡിറ്റോറിയം ക്രമീകരിച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇത് പ്രസംഗിക്കാനുള്ള ഒരു വേദിയല്ല. എന്തായിരുന്നാലും എനിക്ക് അനില ടീച്ചറിനോട് അസൂയ തോന്നുകയാണ്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുവാനുള്ള ഭാഗ്യം എനിക്കില്ല. കാരണം ഞങ്ങൾക്ക് റിട്ടയർമെൻ്റ് ഇല്ല എന്നുള്ളത് തന്നെ. കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ട് കാലം, ഞാൻ 33 പറയുന്നത് ഞാൻ ടീച്ചറിനോട് ചോദിച്ചു. അപ്പം സ്കൂളിൽ പഠിച്ചതും അവിടെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ട് കാലമായി AMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിയായും അധ്യാപികയായും പ്രഥമാധ്യാപികയായും ഏറ്റവും നല്ല അഭിമാനകരമായ സേവനം നടത്തി ഇപ്പോൾ റിട്ടയർമെൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഒരാൾ സ്വയമേ വിചാരിച്ചാൽ ഇത്തരത്തിലുള്ളൊരു വിജയം നേടിയെടുക്കാൻ കഴിയില്ല. ടീച്ചറുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹ അധ്യാപകർ, അത് അനധ്യാപകർ, അങ്ങനെ കുടുംബാംഗങ്ങൾ അടക്കം ഒട്ടേറെ ആളുകൾ ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ടീച്ചറെ സഹായിച്ചു. അതുകൊണ്ടാണ്, സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നല്ല രീതിയിൽ വിരമിക്കുന്നതിന് ടീച്ചർക്ക് കഴിഞ്ഞത്. എൻ്റെ ഒരു ആശംസയായിട്ട് പറയാനുള്ളത്, ഇനിയും ഒരു 2ാം ഊഴം വരാൻ പോവുകയാണ് ടീച്ചർക്ക്. ഇപ്പോൾ നമുക്കറിയാം, റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് കാര്യമായ പ്രായമൊന്നുമല്ല. അപ്പോൾ ഒരു 2ാം ഊഴം വരികയാണ്. ഈ 2ാം ഊഴത്തിലും കുടുംബാംഗങ്ങളടക്കം, ഇവിടെ കൂടിയിരിക്കുന്നവരുടെ അടക്കം എല്ലാം വലിയൊരു സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇതിലും കൂടുതൽ ടീച്ചറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയും. ഞാൻ പലപ്പോഴും അനില ടീച്ചറുമായി സംസാരിക്കുമ്പോൾ, കൂടുതൽ ഫോണിൽ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു അടുത്ത ബന്ധുവിനോട് സംസാരിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്കുള്ളത്. എൻ്റെ കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടായി അല്ലെങ്കിൽ 25 വർഷമായി എൻ്റെ സഹധർമ്മിണി ആ സ്കൂളിലെ അധ്യാപികയാണ്. അങ്ങനെയാണ് ടീച്ചറുമായി എനിക്ക് അടുപ്പമുള്ളത്. പക്ഷേ ഫോണിൽ സംസാരിച്ചാലും നേരിട്ട് സംസാരിച്ചാലും, നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവ് എനർജി, ഒരു അടുത്ത ബന്ധുവിനോട് സംസാരിക്കുന്ന ഒരു അടുപ്പം
നമുക്ക് ടീച്ചറുമായി ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ടീച്ചറുടെ ജീവിത വിജയത്തിന് അല്ലെങ്കിൽ ഈ നല്ലൊരു അധ്യാപികയായി വിജയിക്കുവാൻ കഴിഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണവും അതുതന്നെയാണ്. പിന്നീട് ഞാൻ ഇപ്പോൾ എൻ്റെ വൈഫ് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ സ്കൂളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പോകുന്ന ആളാണ്. ടീച്ചർ ഹെഡ് മിസ്ട്രസ് ആയതിനു ശേഷം ഉണ്ടായ മാറ്റങ്ങൾ ഞാൻ നേരിട്ട് വീക്ഷിക്കുന്ന എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചിട്ടയായി സ്കൂള് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും സ്കൂളിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ അത് എനിക്ക് തോന്നി മാനേജ്മെൻറ്റും വളരെ സഹായിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ടീച്ചർ കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർക്ക് വരും കാലങ്ങളിൽ ആയുരാരോഗ്യ സൗഖ്യവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ശോഭനമായ ഒരു രണ്ടാം ഊഴവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ അർപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി റിട്ടയർഡ് അധ്യാപകൻ MMHSS അനീഷ് ബെഞ്ചമിൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, ഈ ഇടവകയുടെ സമാദരണീയനായ വികാരി ബഹുമാനീയനായ റവറൻഡ് ഡോക്ടർ PP തോമസ് അച്ഛൻ, ഇടിയാറുമുള്ള AMM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻ മാനേജർ പ്രിയപ്പെട്ട KK തോമസ് അച്ഛൻ അടക്കമുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സാജൻ സാറ്, അനില ടീച്ചർ, ഗുരുഭൂതരെ, സുഹൃത്തുക്കളെ, ഇടവാംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് എന്നെല്ലാവരും പറഞ്ഞു. പക്ഷെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട അനില ടീച്ചറുമായിട്ട് ഒന്നിച്ച് ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ളതുകൊണ്ട് ടീച്ചറിന് അത്ര സന്തോഷമില്ലാത്ത ഒരു വസ്തുത ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് ആദ്യം പരാമർശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ടീച്ചറിന് ഈ പ്രായമായി എന്ന് പറയുന്നത് തീരെ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ റിട്ടയർ ചെയ്തു എന്നിവിടെ അടിക്കടി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന ടീച്ചർ മിക്കവാറും പരുമല ആശുപത്രിയിലൊക്കെ പോകേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ കാലചക്രത്തിൽ ടീച്ചർ അനുഗ്രഹീതമായി 33 വർഷം, ഞങ്ങൾ രണ്ടുപേരും ചില സമാനതകളൊക്കെ ഉണ്ട്. ആശയങ്ങളിൽ പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ PP തോമസ് അച്ഛൻ അനില ടീച്ചറെ അടുത്ത് അറിഞ്ഞിട്ടാണോ പറഞ്ഞ എനിക്കറിയത്തില്ല, ജാടയില്ലെന്ന് പറഞ്ഞത്. പക്ഷെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം 33 കൊല്ലമായിട്ട് ഞാൻ അനിലെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 1. 2, ഞങ്ങളുടെ അയൽവാസിയാണ്, സമീപവാസിയാണ്. 3, ഞങ്ങൾ ഒരേ കുടുംബ യോഗത്തിലെ അംഗങ്ങളാണ്. ഒരു സഹോദരി തുല്യ സ്നേഹം അതുകൊണ്ട് എന്നോട് പ്രിയപ്പെട്ട അനില ടീച്ചറിന് ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ PP തോമസ് അച്ഛൻ വന്നപ്പോഴേ 2 മിനിറ്റ് കൂടെ ഉള്ളൂ മീറ്റിംഗ് ആരംഭിക്കാൻ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ പ്രസംഗമൊന്നും നടക്കത്തില്ല എന്ന് വിചാരിച്ചു. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പല കോണിൽ നിന്ന് പറയേണ്ടി വരുമ്പോൾ പറയാതിരിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് സദയം ക്ഷമിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 14 ടൈപ്പ് ടീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ അനിലയുമായിട്ട് ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഷീ വാസ് പാഷനേറ്റ് ആൻഡ് കമ്പാഷനേറ്റ് എന്നുള്ളതാണ്. അത് ടീച്ചർമാരൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്, സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരുണ്ട്, മറ്റ് സ്കൂളുകളിൽ അനില ടീച്ചറിനോടൊപ്പം സഹപ്രവർത്തകരായി പ്രവർത്തിച്ചവരുണ്ട്. അവർക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ടീച്ചറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അത്ര പുഷ്പാലങ്കൃത ഒരു കാലഘട്ടമൊന്നും അല്ലായിരുന്നു. ധാരാളം പോരാട്ടങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ ടീച്ചർ അവിടെ സേവനം പ്രത്യേകിച്ച് ഹെഡ് മിസ്ട്രസ്സായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു അതിജീവന കരുത്ത് പ്രിയപ്പെട്ട അനില ടീച്ചർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ചിന്തകൻ പറഞ്ഞേക്കുന്ന ഇപ്രകാരമാണ്, അനില ടീച്ചറിന് അത് അന്വർത്ഥമായതുകൊണ്ട് ഞാനത് കോട്ട് ചെയ്യുകയാണ്. ഷീ ട്രാൻസ്ഫോംഡ് ഡെഡിക്കേഷൻ ഇൻറ്റു ഹാർമണി. സമർപ്പണത്തെ ഒരു സ്വരൈക്യമായി മാറ്റുവാനായിട്ട് ടീച്ചറിന് കഴിഞ്ഞു. ആ ചിന്തകൻ വീണ്ടും പറയുകയാണ്, ഷീ ട്രാൻസ്ഫോംഡ് എഫേർട്ട് ഇൻറ്റു എക്സലൻസ്. പരിശ്രമത്തെ മികവായി മാറ്റുവാനായിട്ട് പ്രിയപ്പെട്ട ടീച്ചർക്ക് കഴിഞ്ഞു. ടീച്ചറിൻ്റെ ജീവിത വിജയം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ഇങ്ങനെ സംഗ്രഹിക്കാം: പാഴായി പോയില്ല എന്ന് പറയാൻ ആവുന്ന തരത്തിലാണ് ടീച്ചർ വിരമിക്കുന്നത്. അതുകൊണ്ട് അതാണ് ടീച്ചറിൻ്റെ ജീവിത വിജയം എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ നൂലിഴകൾ കൊണ്ടായിരുന്നു എല്ലാം നെയ്തെടുക്കാനായിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു ടീച്ചർ നടത്തിയത് മൊത്തം എന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രയോഗ തീവ്രതയും പ്രവർത്തന തീഷ്ണതയും
ടീച്ചറിൻ്റെ 2 ക്വാളിറ്റീസ് ആയിരുന്നു. ഞങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞതാണ്. ഇനിയും ഇവരുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പരാമർശിച്ചതുപോലെ നാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട സാജൻ സാറ്, സ്റ്റേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട അനില ടീച്ചർ. എന്നാൽ ഇവരുടെ മക്കൾ, ഇവരുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞത് ഇൻ്റർനാഷണൽ ലെവലിലാണ്. അതുകൊണ്ട് സ്റ്റേറ്റും നാഷണലും കൂടെ ചേർന്ന് ഇൻ്റർനാഷണൽ പ്രോഡക്ട്സിനെ പുറത്ത് വിടുവാനുള്ള ഭാഗ്യം ഈ ടീച്ചറിന് ഉണ്ടായി എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ അഭിമാനപൂർവ്വം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹരിത വിദ്യാലയം കേരളത്തിലെ സ്കൂളുകൾക്ക് അസൂയ തോന്നത്തക്ക രീതിയിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കേരള സംസ്ഥാനത്ത് മികച്ച വിജയം അവാർഡ് നേടിയ സ്കൂളാണ് ഇടയാറുമുള AM ഹയർ സെക്കൻഡറി സ്കൂൾ. അതിന് ചുക്കാൻ പിടിച്ചത് പ്രിയപ്പെട്ട അനില ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. സ്റ്റാഫ് സെക്രട്ടറി സുനു ടീച്ചറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാം കൂടി ചേർന്നാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. പ്രത്യേകിച്ച് IT സാക്ഷരത ഞാൻ അഭിമാനപൂർവ്വം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. IT സാക്ഷരതയിൽ പത്തനംതിട്ട ജില്ലയിൽ 100%, അത് അക്ഷരാർത്ഥത്തിൽ 100% കുട്ടികൾക്ക് നല്ല ലെവലിലുള്ള ഒരു IT സാക്ഷരത നൽകുവാനായിട്ട് ആ സ്കൂളിന് സാധിച്ചു. ടീച്ചറിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. അത് ഈ അക്കാഡമിക് എക്സലൻസ് മാത്രമല്ല, എല്ലാ മേഖലയിലും ടീച്ചറിൻ്റെ കണ്ണ് ചെല്ലുമെന്നുള്ളതാണ്. അത് ടീച്ചറിൻ്റെ മാതാവ് അവിടെ സൗമ്യമായി ഇരുന്ന് പഠിപ്പിച്ച ഒരു അധ്യാപികയായിരുന്നു. ഈ പറഞ്ഞുകൊണ്ട് അവിടെ പഠിച്ച് അവിടുത്തെ ജനിച്ച് നാട്ടുകാരിയാണ്. പക്ഷേ ടീച്ചർ വന്നപ്പോൾ ടീച്ചർ എല്ലാ കാര്യത്തിലും ഒരു ലീഡർഷിപ്പ് റോള് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ സമഗ്രമായ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആധ്യാത്മിക അടിത്തറ ഉണ്ടെന്നുള്ളതാണ്. 107 വർഷമായി ഇടയാറുമുള AM ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിൻ്റെ സ്ഥാപന ഉദ്ദേശം തന്നെ കേവലം അക്ഷരം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ദൈവവചനത്തിൻ്റെ പങ്കിടിയിലൂടി ലക്ഷ്യം വെച്ചാണ് ആ സ്ഥാപനം സ്ഥാപിച്ചത്. അതുകൊണ്ട് അത്തരത്തിൽ ഒരടിത്തറയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ ജീവിതകാലം വളരെ അനുഗ്രഹീതമായി, സേവനകാലം വളരെ അനുഗ്രഹീതമായി നടന്നു എന്നുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക, ദീർഘിപ്പിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഈ ഗാഡ്ഗിൽ, നമ്മുടെ ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ പത്രക്കാർ അദ്ദേഹത്തിന് കൊടുത്തൊരു വിശേഷണം പരിസ്ഥിതിയുടെ കാവലാൾ എന്നായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇടയാറുമുള AM ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന സരസ്വതി ക്ഷേത്രത്തിൻ്റെ കാവലാളായിരുന്നു പ്രിയപ്പെട്ട അനില ടീച്ചർ എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം ഈ ന്യൂ ഇയർ ആയപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഒരു ആശംസ, കൗതുകകരമായ ഒരു ആശംസ പറഞ്ഞു. അതുതന്നെ ഞാനിവിടെ ആവർത്തിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പുതുവർഷം പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ആശുപത്രിയിലോ കയറാൻ ഇടവരാതിരിക്കട്ടെ. ഞാനും ടീച്ചറിന് അതുമാത്രമാണ് ആശംസിക്കുന്നത്. കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ആശുപത്രിയിലോ കയറാതെ ദീർഘായുസ്സോടെ അനുഗ്രഹീതമായ ശിഷ്ടകാലം കഴിക്കുവാൻ ഇടയാകട്ടെ. ടീച്ചറിൻ്റെ 2 മക്കളും എൻ്റെ വിദ്യാർത്ഥികളാണ്. അവരെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല. ഞാൻ സൂചന പറഞ്ഞതുകൊണ്ടൊന്നും പരാമർശിക്കുന്നില്ല. ഇങ്ങനെ അവസരം നൽകിയതിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. സസൂക്ഷ്മം എന്നെ കേട്ടിരുന്നതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ടീച്ചറിന് എല്ലാവിധ ആശംസകൾ. അടുത്തതായി റിട്ടയർഡ് അധ്യാപകൻ SP HS പുല്ലാട് അശോക് കുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർവാദരണീയനായ യോഗാധ്യക്ഷൻ, ആനമല സെൻറ് തോമസ് ചർച്ചിൻ്റെ വികാരി റവറൻ ഡോക്ടർ PP തോമസ് അച്ഛൻ അവർകൾ, അതേപോലെ ഈ വേദിയെ ധന്യമാക്കിയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, അതേപോലെ മറ്റ് പ്രസംഗകർ, അതേപോലെ സാജൻ സാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സ്കൂളുകളിൽ നിന്നും ഇടയാറന്മുള സ്കൂളിൽ നിന്നുമൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കൾ, മറ്റ് പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇന്നത്തെ അതിവിശിഷ്ട അതിഥി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അനില ടീച്ചർ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുൻപ് സൂചിപ്പിച്ചതുപോലെ തികച്ചും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിപാടിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. കാരണം വ്യത്യസ്തത എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ റിട്ടയർമെൻറ്റുകൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ഉള്ളിലായിരിക്കും. ഇത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറി മക്കളും ഭർത്താവും ഒക്കെ കൂടെ ഒരുക്കിയ
ഒരു ഫംഗ്ഷനാണ് എങ്കിൽ പോലും ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഫംഗ്ഷനാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും ലഭ്യമാവുന്ന ഒന്ന് അല്ല എന്ന് ഞാൻ ഓർത്തു പോവുകയായിരുന്നു. ഒരു ഔട്ട്ഡോർ ഫംഗ്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. അധ്യാപകരുടെ ജീവിതത്തിലും ഇങ്ങനെയുണ്ടോ? ഇല്ല. മറ്റുള്ളവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിലും ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടോ? പൊതുവേ ഇല്ല എന്ന് നമുക്ക് പറയാം. ഞാൻ പുല്ലാട് തൊട്ടടുത്തുള്ള ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. ഞാനും ടീച്ചറും കൂടെയുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടും ഒരേ വിഷയത്തിലെ അധ്യാപകരായിരുന്നു. ഹിന്ദി ആയിരുന്നു ഞങ്ങളുടെ രണ്ടിൻ്റെയും വിഷയം. ഞങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഞാൻ 1997 മുതൽ, ഞാൻ റിട്ടയർ ചെയ്തത് 2022 അതുവരെ ഞങ്ങളുടെ വിഷയത്തിലെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട്, ഡിസ്ട്രിക്റ്റ് റിസോഴ്സ് പേഴ്സണായിട്ടും സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണായിട്ടും ഒക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു 25 വർഷക്കാലം ഭാഗ്യം ലഭിച്ചു. ഞങ്ങളുടെ തിരുവല്ല എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിൽ 67 ഹൈസ്കൂളുകളാണ് ഉള്ളത്. അവിടെ 77 ഹിന്ദി അധ്യാപകരാണ് ഉള്ളത്. ഈ അനില ടീച്ചർ ആരംഭകാലം മുതൽ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ടീച്ചറാണ്. ഒരു 4 വർഷക്കാലം ഞാനും ടീച്ചറും ഒരുമിച്ച് റിസോഴ്സ് പേഴ്സണായി വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യമുണ്ടായി. ടീച്ചറിനോടൊപ്പം ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ വളരെ വളരെ സന്തോഷം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. മാത്രമല്ല ജീവിതത്തിൽ മനസ്സിലെന്നും ഓർമ്മിക്കുന്ന കാലഘട്ടം കൂടെയായിരുന്നു. മുൻപ് സൂചിപ്പിച്ച എല്ലാ ഗുണങ്ങളും ടീച്ചറിന് ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇടയ്ക്ക് അല്പ കുറുമ്പുകൾ ഞങ്ങളോട് കാണിക്കാറുണ്ട്. ജാട എന്ന ഒരു വാക്കിനെയൊക്കെ ഞാൻ മാറ്റി നിർത്തുകയാണ്. കുറുമ്പുകൾ ടീച്ചർ കാണിക്കാറുണ്ട്. ചിലപ്പോൾ ഞങ്ങളോട് അല്പം ദേഷ്യപ്പെടും, ചിലപ്പോൾ ഞങ്ങളോട് അല്പം പിണങ്ങും. എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരിക്കൽ പോലും ടീച്ചറിനോട് ഒരു ദേഷ്യമോ പിണക്കമോ തോന്നില്ല. കാരണം എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നല്ലൊരു കോർഡിനേറ്ററാണ്, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരു നല്ല ടീച്ചറിനെയാണ് ഈ പരിശീലന കാലഘട്ടങ്ങളിൽ എനിക്ക് സഹപ്രവർത്തകയായി കിട്ടിയത് എന്ന് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും അഭിമാനിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ടീച്ചർ സ്കൂളിൽ എങ്ങനെയായിരിക്കും, സമൂഹത്തിൽ എങ്ങനെയായിരിക്കും, കുടുംബത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുതന്നെയാണ് ഇവിടെ എല്ലാവരുടെയും വാക്കുകളായി പുറത്തേക്ക് പ്രതിഫലിച്ചത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ടീച്ചറിൻ്റെ വിഷയത്തിലെ പാണ്ഡിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ കാളിദാസൻ എന്ന് പറയുന്ന വിശ്വമഹാകവിയെക്കുറിച്ച് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാളവികാഗ്നിമിത്രം എന്ന് പറയുന്ന ഒരു സംസ്കൃത ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഒരു 4 വരിയുണ്ട്. ആ 4 വരിയിൽ പറയുന്നത് ഇതാണ്: സൃഷ്ട ക്രിയ കസ്യചിത് ആത്മസംസ്ഥ സംക്രാന്തിരന്യസ്യ വിശേഷയുക്ത യസ്യോഭയം സാധു സ ശിക്ഷകാനാം തുരിപ്രതിഷ്ഠാപിതവ്യേവ. അതായത് ഒരു ശിക്ഷകൻ, ഒരു അധ്യാപകന്റെ ഗുണമാണ് പറയുന്നത്. അധ്യാപകന്റെ ഗുണം എന്തെന്ന് ചോദിച്ചാൽ, അധ്യാപകന് അവൻ പഠിപ്പിക്കുന്ന വിഷയം ഏതുമായിക്കൊള്ളട്ടെ ആ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. ഇവിടെ അനില ടീച്ചറിന് ആ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട്. മറ്റൊന്ന്, ഇത് തൻ്റെ മുന്നിലെത്തുന്നവരെയോ മറ്റുള്ളവരെയോ പറഞ്ഞ് പഠിപ്പിക്കാനും പ്രതിഫലിപ്പിക്കാനും കഴിവുണ്ടാവണം. അത് പല അധ്യാപകർക്കും ഉണ്ടാവില്ല, പല വ്യക്തികൾക്കും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ സാധു സശിക്ഷകാന, ഇവിടെ സാധൂകരിക്കപ്പെട്ട ഒരു അധ്യാപികയാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ടീച്ചറിന് വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട്. മാത്രമല്ല ഇത് തൻ്റെ മുന്നിലെത്തുന്നത് അധ്യാപകരായിക്കോട്ടെ, പണ്ഡിതരായിക്കോട്ടെ, പാമരരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവർക്കത് പറഞ്ഞ് പകർന്നു കൊടുക്കാനുള്ള ഒരു നൈപുണി അല്ലെങ്കിൽ ഒരു കഴിവ് ഇതും ടീച്ചറിനുണ്ട്. അപ്പോൾ ഇത് ടീച്ചറായി ജനിക്കാൻ ദൈവം കരുതിക്കൂട്ടി ജനിപ്പിച്ച വ്യക്തി തന്നെയാണ്, ഒരു ടീച്ചർ തന്നെ ആകേണ്ട വ്യക്തിത്വമാണ്. അപ്പോൾ ഇത് തൻ്റെ വിഷയത്തിൽ അഗാധ പാണ്ഡിത്യം, അത് നമുക്ക് കൺവേ ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പ്രത്യേക കഴിവ്, അത് ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത ഒരു കഴിവാണ്. മറ്റ് വ്യക്തിത്വങ്ങളുടെയും വിശേഷ ഗുണങ്ങളൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞുവെങ്കിലും ഒരു അധ്യാപികയ്ക്ക് വേണ്ട, അല്ലൊരു അധ്യാപകന് വേണ്ട ഏറ്റവും നല്ല ഒരു ഗുണം കാളിദാസൻ മാളവികാഗ്നിമിത്രത്തിൽ വരച്ചിട്ടത് പലപ്പോഴും ഞാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ഓർക്കാറുണ്ട്. ആ ഒരു വലിയ ഗുണം
അതിൻ്റെ ഉടമയായ എൻ്റെ സഹപ്രവർത്തക കൂടെയായ എന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഓർമ്മകൾ മാത്രം സമ്മാനിച്ചിട്ടുള്ള, ഞാൻ കുറുമ്പ് എന്ന് പറയുന്ന അല്പം വിശേഷണത്തോടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, നമ്മൾ ഗ്രഹിച്ചതുപോലെയുള്ള കുറുമ്പൊന്നും ഇല്ല എന്നുകൂടെ ഞാൻ അടിവരയിട്ട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ടീച്ചർ കുറേ ഗുണങ്ങൾ, ഒരിക്കൽ ഞാൻ ഹെഡ് മിസ്ട്രസ്സായി കഴിഞ്ഞപ്പോൾ ടീച്ചർ ആ കസേരയിൽ ഇരിക്കുന്നു എന്ന് കാണാനായി ഞാൻ ആ സ്കൂളിലേക്ക് പോയി. ഞാനവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാര്യം, വിശപ്പ് എല്ലാവർക്കും ഉണ്ടെന്നറിയാം, എങ്കിലും ഹൃദയത്തിൽ സ്പർശിച്ച കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ ആ സ്കൂളിൽ, സാധാരണ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹെഡ് മാസ്റ്ററുടെ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിൻ്റെ മുറിയിൽ കസേരയിൽ ഇരിക്കുന്നത് കാണുക. ഞാൻ നേരെ കയറി ചെന്നപ്പോൾ അവിടെ ആ മുറിയിൽ കസേര ഒഴിഞ്ഞു കിടക്കുന്നു. ഞാൻ വിചാരിച്ചു ടീച്ചർ അവിടെ ഉണ്ടാവില്ല. ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള സ്റ്റാഫിൻ്റെ ആ ഒരു ഏകോപനം എന്നെ വളരെ ആകർഷിപ്പിച്ചു. കാരണം ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ, ടീച്ചിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പരസ്പരം പെട്ടെന്ന് ടീച്ചർ അവിടെയുണ്ട്, ആർക്കും അറിവുകേടില്ല. ചില സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ഒരാളെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല, അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് പലയിടത്തും. പക്ഷേ എടയാർമുള സ്കൂളിൽ കണ്ടപ്പോൾ എന്നെ വളരെ ആകർഷിക്കപ്പെട്ട ഒരു കാര്യം, ആരോട് ചോദിച്ചാലും ടീച്ചർ എവിടെയാണ്, അവർ ഒപ്പം വന്ന് ടീച്ചറിൻ്റെ ക്ലാസ് എവിടെയാണ്, ടീച്ചർ അന്നേരം ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പ്രൊമോഷൻ കിട്ടി ടീച്ചറിൽ നിന്ന് ഹെഡ് മാസ്റ്ററോ ഹെഡ് മിസ്ട്രസോ ആയിക്കഴിഞ്ഞാൽ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച വാക്ക് ഞാൻ പറയുന്നില്ലെങ്കിലും ക്ലാസ് എടുക്കാറില്ല. എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. പക്ഷെ ഞാൻ കാണുന്നത്, എന്നെ അവിടുത്തെ സ്റ്റാഫ് ടീച്ചറിൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ എത്തിച്ചു. നോക്കിയപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടീച്ചറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു 2 മിനിറ്റ് വെളിയിൽ നിന്നു ആ ക്ലാസ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി. അങ്ങനെ അത് കേട്ടിട്ട് ഞാൻ ടീച്ചറിൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ടീച്ചർ വളരെ, ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ വേണ്ട ഏറ്റവും നല്ല ഗുണം നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്, ഇരുന്ന് പഠിപ്പിക്കരുത് എന്നാണ്. ഞാൻ കണ്ടത് ടീച്ചർ നിന്നാണ് പഠിപ്പിക്കുന്നത്. കണ്ടതും ടീച്ചർ വളരെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ വന്ന് എന്നോട് സംസാരിക്കുന്നതും എന്നെയും കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് പോയിട്ട് അവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതും. ഇതൊന്നും അല്ല എന്നെ പ്രത്യേകമായി ആകർഷിച്ചത്. ഒരു ഹെഡ് മിസ്ട്രസ് അധികാരം കിട്ടിക്കഴിയുമ്പോൾ ആ അധികാരത്തിൽ മുങ്ങിപ്പോവാതെ, താൻ വന്ന വഴികളെ മറക്കാതെ, കുട്ടികളോടൊപ്പം ക്ലാസ് മുറിയിൽ തൻ്റെ അറിവുകൾ അപ്പോഴും പകർന്നു കൊടുക്കുന്ന നല്ല ഒരു ടീച്ചറിനെയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഓഫീസിൽ വന്ന എല്ലാവരെയും പരിചയപ്പെടുത്തി. ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, കസേരയിലൊന്ന് ഇരിക്കും ടീച്ചറെ, ഞാനൊന്ന് കാണട്ടെ എന്ന്. അങ്ങനെ ടീച്ചർ ഇരിക്കുന്നതൊക്കെ കണ്ട് ടീച്ചറെ വളരെ സൗഹൃദമായ വാക്കുകളും ഒക്കെ പറഞ്ഞ്, ഈ ബെഞ്ചമിൻ സാറ് വന്നിരുന്നു, സാറും ഒക്കെയായി വളരെ നല്ല രീതിയിൽ സംസാരിച്ച് പോരുന്ന ഒരു നല്ല അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. പലപ്പോഴും എൻ്റെ സ്കൂളിലെ ചില വിഷയങ്ങൾ പോലും ടീച്ചർ അന്വേഷിച്ചിരുന്നു. ഒരിക്കൽ എൻ്റെ മിസ്സസും പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ അധ്യാപിക, അവിടെ ഇതേപോലെ തന്നെ ഈ നാട്ടുകാരി ഇവിടെ പഠിച്ച് അവിടെ ജോലി ലഭിച്ച് അവിടുന്ന് ഹെഡ് മിസ്ട്രസ്സായി റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെ മിസ്സസുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. ഒരു ദിവസം മിസ്സസിനെ വിളിച്ച് ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടിയുടെ ഇഷ്യൂസ് സംസാരിക്കുന്നു രാത്രിയിൽ. ആ രാത്രിയിൽ തന്നെ ടീച്ചർ അതിനകത്ത് ഇടപെടുകയും, ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്, പറയാൻ പറ്റുന്നില്ല, അത് അന്നേരം തന്നെ പരിഹരിക്കാൻ ഒരു ടീച്ചർ എന്നുള്ള നിലയിലാണ് ഇടപെടുന്നതെങ്കിലും വേണമെങ്കിൽ കണ്ണടയ്ക്കാം, തൊട്ടടുത്ത സ്കൂളിൽ നടക്കുന്നതാണ്, ഇതെങ്ങനെയെങ്കിലും പോകട്ടെ. പക്ഷെ അതല്ല, ടീച്ചറിൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധത, കുട്ടികളോട് എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടത്. ഞാനൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു അധ്യാപകൻ, പണ്ട് എന്നെ പഠിപ്പിച്ച, ഞാൻ കുമ്മനാട് NMHSലാണ് പഠിച്ചത്, അവിടെ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞുകൊണ്ട്, വായിൽ തുടങ്ങുന്ന 3 വാക്കുകൾ ഇത് എന്നും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നതാണ്. അതായത് വാദ്യാര്, വൈദികൻ, വൈദ്യൻ. ഈ 3 ആളുകളും സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഇന്ന് ശമ്പളമൊക്കെ വാങ്ങി നമ്മൾ ജീവിക്കുന്നെങ്കിലും ഈ 3 ആളുകളും സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അവരുടെ ജീവിതം, സർവീസ് എപ്പോഴും സമൂഹത്തിന് സേവന മനോഭാവത്തോടെ ചെയ്യേണ്ടതാണ്. ഇവിടെ ടീച്ചർ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ്. സേവനത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ച ടീച്ചർ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളാണ്. മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധത, എൻ്റെ സ്കൂളിലെ ആ ഇഷ്യൂസ് വളരെ പെട്ടെന്ന് പരിഹരിച്ചു. അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളാണ്, മനുഷ്യസ്നേഹിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ടീച്ചർ റിട്ടയർമെൻറ്റിന് ശേഷം, ഈ ഹിന്ദു മതത്തിലൊരു വാക്കുണ്ട് ദ്വിജൻ എന്ന്. ദ്വിജൻ എന്ന് പറഞ്ഞാൽ ദ്വി എന്ന് പറഞ്ഞാൽ 2 എന്നാണ്, ജൻ എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്നാണ്. 2ാം ജന്മമാണ്. ഞാൻ റിട്ടയർമെൻറ്റ് എന്ന് ഈ വാക്കിനെ വിശേഷിപ്പിക്കുന്നില്ല. റിട്ടയർമെൻ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമമാണ് നമുക്കൊക്കെ. ഇന്നലെ വരെ ഉണ്ടായിരുന്നത് അവസാനിക്കുന്നു, ഇനി പുതിയതിലേക്ക് പോകുന്നു.
ദ്വിജൻ എന്ന് പറയുന്ന വാക്ക് രണ്ടാമത് ജനിക്കുന്നവൻ എന്നാണ്. അതിന് ബ്രാഹ്മണൻ എന്നൊരർത്ഥമുണ്ട്, രണ്ടാമത് ജനിക്കുന്നവൻ എന്നൊരു അർത്ഥമുണ്ട്. അങ്ങനെ ടീച്ചർ ഒരു ദ്വിജയായി തീരട്ടെ, രണ്ടാമത് ജനിക്കുക, റിട്ടയർമെൻറ്റിന് ശേഷം പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണം, മറ്റൊന്നായി ജനിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടീച്ചർ ഇനിയുള്ള ജീവിതം സഭയ്ക്കും പള്ളിക്കും സമർപ്പിക്കണം, പക്ഷെ പൂർണ്ണമായി സമർപ്പിക്കരുത്. കാരണം സമൂഹത്തിന് വേണ്ടി ടീച്ചർ ചെയ്തു വെച്ച ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ തുടർന്ന് നടപ്പാക്കണം. മാത്രമല്ല, സമൂഹത്തിൽ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തൊരു ടീച്ചറാണ്. ആ മനുഷ്യത്വം മരവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും. ടീച്ചറെ ആ മനുഷ്യത്വം മരവിപ്പിക്കാതെ നല്ലൊരു ടീച്ചറായി ടീച്ചറിന് പ്രവർത്തിക്കാൻ ജഗദീശ്വരൻ എല്ലാ ആയുസ്സും ആരോഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചറിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാജൻ സാറിനെ ഓർക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ആശംസകൾ കൂടെ അതിവിശിഷ്ടമായി നമ്മുടെ അതിവിശിഷ്ടാതിഥിയായ ടീച്ചറിനും നല്ലൊരു ദ്വിജത്വത്തിലെ അധിഷ്ഠിതമായ നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി അമ്മയോടൊപ്പം ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂരിൽ പഠിച്ച ക്ലാസ്മേറ്റായ റെവറൻഡ് ഫാദർ തോമസ് പി നൈനാനച്ചനെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ ഭാരപ്പെടേണ്ട, കമ്പി വാചകത്തിൽ പറഞ്ഞ അവസാനം. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിലെ ആകുലത, എനിക്കറിയാം. സമയം ഒത്തിരിയായി എന്നാണ്. ഒന്നുമില്ല, 2 സന്ദർഭങ്ങൾ മാത്രമേ ഒരാളിനെ കുറിച്ച് നല്ല കാര്യം പറയൂ. ഒന്ന്, ഇതുപോലുള്ള യാത്രയപ്പോൾ അത് പുരോഹിതന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ്. രണ്ടാമതൊന്ന്, ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ ഇടയ്ക്കെങ്ങാണം കണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ദേവാലയത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും ഒക്കെ വന്നൊരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ പറയുകയില്ല. നമ്മൾ ആ കാര്യത്തിൽ ഇച്ചിരി പിശുക്കാം. അതിനെക്കുറിച്ച് പറയാനല്ല, ഞാൻ 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. ഞങ്ങൾ ഒന്നിച്ചാണ് ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചത്. എൻ്റെ സുഹൃത്തുക്കൾ വേറെ ഇവിടെ വന്നിട്ടുണ്ട്. അന്നേ സ്മാർട്ടാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓവർ സ്മാർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിടയ്ക്ക് ഞങ്ങൾ ഫോണിൽ വിളിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറയും, പിള്ളേർ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരൊക്കെയാണ്, ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണം എന്ന് ഞാൻ പറയാറാണ്. ഒരിക്കൽ ഒരു കൂട്ടിൽ കിടക്കുന്ന തത്തയുടെ അടുത്ത് ഒരു കാക്ക പറന്നു വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഈ കൂട്ടിൽ കിടക്കുന്നു? ഞാൻ എത്ര വിശാലമായൊരു ലോകത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുക, അതുകൊണ്ട് നീ കൂട്ടിൽ നിന്ന് നീ പുറത്തു വരാൻ പറഞ്ഞു. അപ്പോൾ ഈ തത്ത പറഞ്ഞു, നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താ വ്യത്യാസം? നീ സംസാരിക്കത്തില്ല, അതുകൊണ്ടാണ് സ്വതന്ത്രമായിട്ട് പോകുന്നത്. ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് അകത്ത് കിടക്കുന്ന കൂടിനകത്ത്. 2 തരത്തിൽ നമ്മുടെ ശുശ്രൂഷ, അതൊരു പുരോഹിതനാണെങ്കിലും ഒരു അധ്യാപികനാണെങ്കിലും അധ്യാപികയാണെങ്കിലും, ഒന്നുകിൽ എല്ലാവരെയും സുഖിപ്പിച്ച് ശുശ്രൂഷ ചെയ്യണം. ഞാൻ രണ്ടാമത്തെ ഭാഗം ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുക. ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായിരുന്നു, ഇപ്പോഴത്തെ ഞങ്ങളുടെ സഭയുടെ പരമാധ്യക്ഷൻ ബാബാ തിരുമേനി ഉൾപ്പെടെ പഠിപ്പിച്ച TJ ജോഷു അച്ഛനുണ്ട്. ജോഷു അച്ഛൻ ഞങ്ങളോടൊരിക്കൽ പറഞ്ഞു, സെമിനാരിൽ നിന്ന് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, എല്ലാവരും നിങ്ങളുടെ ശുശ്രൂഷ നല്ലതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോണം നിങ്ങളുടെ ശുശ്രൂഷ അട്ടർ ഫെയിലുവറാണ്. നമ്മൾ ഒരു അധ്യാപകൻ, ഒരു അധ്യാപിക, അല്ലെങ്കിൽ ഏത് പ്രവർത്തന മേഖലയിലാണെങ്കിലും നമ്മൾ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമ്പോൾ ഒത്തിരി ശത്രുക്കൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ റിയലൈസ് ചെയ്യും, യാഥാർത്ഥ്യം ഇതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് അനിലയ്ക്ക് വേണ്ടി പ്രത്യേകം വാക്കുകൾ പറയേണ്ട കാര്യമില്ല. ഞാൻ സ്കൂളിൽ 1-2 പ്രാവശ്യം അവിടെ ചെന്നിട്ടുണ്ട്. വളരെ സ്മാർട്ടായിട്ട് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കണ്ടപ്പോൾ അഭിമാനം തോന്നി. തുടർന്നുള്ള ജീവിതവും ഏറ്റവും പ്രീതികരമായി ദൈവസന്നിധിയിൽ നിർമ്മലതയോടെ നിർവഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബാച്ചിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്ന് ഞാൻ വാക്കുകൾ അവസാനം. കേക്ക് കട്ടിംഗ് സെറമണിക്കായി ക്രിസ്ത്യൻ കോളേജ് ചെങ്ങന്നൂർ 85-87 ബാച്ച് 3rd ഇയർ ഗ്രൂപ്പിനെ ക്ഷണിക്കുന്നു വേദിയിലോട്ട്. അമ്മയുടെ ഫ്രണ്ട്സ് അമ്മയ്ക്കൊരു പൊന്നാട അണിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായ ആനമല മർത്തോമ ചർച്ചിൻ്റെ വികാരിയായ റവറൻഡ് ഡോക്ടർ PP തോമസ് അച്ഛൻ, ഞങ്ങളുടെ സ്കൂളിൻ്റെ ആദ്യകാല മാനേജർമാരിൽ ഒരാളായ KK തോമസ് അച്ഛൻ, ബാക്കി വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് എൻ്റെ സ്നേഹവിരുന്നിൽ
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ഒരു സ്നേഹവിരുന്ന് ഞങ്ങൾ ഒരുക്കിയത്. ഇത്രയും നല്ല വാക്കുകൾ കേട്ടപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ഒരു 25 വർഷമായപ്പം ഇതിന് മുമ്പൊരു സ്നേഹവിരുന്ന് നടത്തേണ്ടതായിരുന്നു എന്ന്. കാരണം നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം വളരെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും അത് അനുഭവിച്ചത്. ഇന്നലെ സ്കൂളിൻ്റെ വളരെ ഹൃദ്യമായ ഒരു സെൻഡ് ഓഫ് നമുക്ക് ലഭിച്ചു. അവിടെ കിട്ടുന്ന ഒരു വേറൊരു വൈബാണ്. എന്നാൽ ഇത്രയും വൈദികരെയൊക്കെ വിളിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഇങ്ങനൊരു സ്നേഹവിരുന്ന് നൽകണമെന്ന് പ്രധാനമായും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് പ്രിയപ്പെട്ട ഞങ്ങളുടെ വികാരിയായ അച്ഛൻ്റെ കൊച്ചമ്മയാണ്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഞായറാഴ്ച സ്കിപ്പ് ചെയ്യും. അപ്പം ചോദിക്കും, കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു? കൊച്ചമ്മ ഒരു അവാർഡിന് തിരുവനന്തപുരത്ത് പോയി. എന്തോ അവാർഡ് കിട്ടിയിട്ട് എന്തോ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ. സത്യം, ആ ഒരു വാചകം ഞാൻ കൊച്ചമ്മ തരാം. അങ്ങനെയാണ് ഇന്നൊരു ദിവസം കടന്നു വന്നത്. അതിന് ഏറ്റവും സന്തോഷത്തോടെ കൊച്ചമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം എൻ്റെ മനസ്സിലേക്ക് ഇട്ടു തന്ന. കാരണം സാധാരണ സെൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഞങ്ങൾക്ക് തരുന്നു, ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു. അതിനപ്പുറത്തൊരു ചിലവ്. നമ്മളിനിയും പെൻഷനൊക്കെ പറ്റിയിരിക്കുമ്പോൾ നമ്മുടെ തലക്കീഴിൽ തന്നെ നമ്മൾ കൈ വേണമെന്നൊക്കെ അമ്മമാരൊക്കെ പറയത്തില്ലേ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ടതാണ്. ഞാനിത് 4 പേർക്ക് എൻ്റെ ഒരു ആഗ്രഹം പോലെ ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളും ഓടി വന്നു. 2 ദിവസത്തേക്കാണ് മകൾ വന്നത്. അതോടൊപ്പം മകന് 10 ദിവസത്തേക്കുണ്ട്. ഹസ്ബൻഡ് ഉണ്ട്. ഞങ്ങൾ ഒരേ പ്രായമായിട്ടാണ് ഞാൻ പേര് വിളിക്കുന്നത്. സാം ജോണസിനത് ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയതുകൊണ്ടാണ് ആദ്യം റിട്ടയർ ആവുന്നത്. നിങ്ങൾ സംശയിക്കരുത് എനിക്കാണ് പ്രായമെന്ന്. കേന്ദ്ര ഗവൺമെൻറ്റുകാർക്ക് 60 വയസ്സായതുകൊണ്ടാണ് തലമുടി നരച്ചിട്ടും ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ന് ഇവിടെ കടന്നു വന്ന ഇത്രയും അച്ഛന്മാർ, എനിക്ക് തോന്നുന്നു എൻ്റെ മകളുടെ കല്യാണത്തിന് പോലും ഇത്രയും അച്ഛന്മാരെ വിളിക്കാൻ പറ്റിയില്ല. എനിക്കത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഞാൻ സ്കൂളിൻ്റെ നല്ല കാര്യങ്ങളൊന്നും എന്നെ ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയുന്നു. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഈ എപ്പോഴും ഇടയാറന്മുള എന്നാണ് എൻ്റെ വായി വരുന്നത്. കാരണം കഴിഞ്ഞ 33 വർഷമായിട്ട് പറയുന്ന വാക്കുകളാണ് ഇടയാറന്മുള, എമോ ഹയർ സെക്കൻഡറി സ്കൂൾ, ആകസെന്തം, വികാരി, ഇതൊക്കെ. ഇനി ആനമല എന്നുള്ള പേര് വായിലോട്ട് വരണം. ഞാനിങ്ങനെ പറഞ്ഞ ആനമല പള്ളിയോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിലാണ് ഫംഗ്ഷൻ. അതേത് സ്ഥലമാണ്? എനിക്കും അത് പറയാൻ പറ്റിയില്ല. ആനമല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്? ഞാൻ പറഞ്ഞൊരു വീട്ടുപേരാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലപ്പേരാണെന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. അർത്തോമ പള്ളിയോട് ചേർന്നുള്ള ഓഡിറ്റോറിയമാണ്, പാരീഷ് ഹോളെന്ന് പറയാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരവസരം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ ഉദ്ദേശിച്ചത്, ഞങ്ങൾ മാലക്കര, ഇടയാറന്മുളയുടെ മാലക്കര എന്ന ഭാഗത്ത് പോയി ഒരു 15 വർഷം താമസിച്ചു. സ്കൂളിൽ കുഞ്ഞുങ്ങളെ ചേർക്കാനും എൻ്റെ യാത്രാ സൗകര്യം ഉദ്ദേശിച്ചാണ് അവിടെ പോയത്. അതുകൊണ്ട് എൻ്റെ മക്കളെ എൻ്റെ സ്കൂളിൽ തന്നെ വിടാനായിട്ട് ഭാഗ്യം ലഭിച്ചു. അവിടുത്തെ അധ്യാപകർ പഠിപ്പിക്കുകയും ഞാൻ അന്നേരമൊക്കെ ഒരു മൂല്യത്തിൽ നിന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ പള്ളിയിൽ വന്ന് സൺഡേ സ്കൂൾ പഠിക്കണമെന്ന്. എൻ്റെ സൺഡേ സ്കൂൾ പഠനം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിനകത്തോട്ട് ഒരു പിടി അരി, ഞാൻ ഓർക്കുന്നത് ഒരു ടാങ്ക് പോലെ ഉള്ളതിനകത്താണ് ഈ അരി കളക്ട് ചെയ്യുന്നത്. അന്ന് അതിനകത്തുനിന്ന് ഒരു പിടി അരി എടുത്ത് ആ പേപ്പറിനകത്ത്, പേപ്പറൊന്നും ഇല്ല, ഇങ്ങനെ ഒന്ന് ചുരുട്ടി അതുകൊണ്ട് അങ്ങ് ഓടുവാണ് സൺഡേ സ്കൂളിലോട്ട്. ഞാൻ മാലക്കരയിൽ നിന്ന് ഇവിടെ സൺഡേ സ്കൂളിൽ രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂട്ടറിൽ, ഇന്ന് കാറൊന്നും ഓടിക്കാൻ അറിയത്തില്ല, കൊണ്ടുവരുന്ന ഉടനെ ഞാൻ പറയും, മക്കളെ, നിങ്ങളുടെ മക്കളെ സൺഡേ സ്കൂളിൽ വിടണം. ഈ ആനമലപ്പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ഞാൻ ഈ സ്നേഹവിരുന്ന് വെച്ചത്. എന്നോട് പറഞ്ഞ് തരംഗമുണ്ട്, ഇടയാറന്മുള പള്ളിയുടെ ഓഡിറ്റോറിയം നല്ല വിശാലമായിട്ടുണ്ട്, അവിടെ ചെയ്യരുതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ല, എൻ്റെ പേര്, അതായത് കുഞ്ഞുങ്ങളുടെ പേര് ഈ ആനമലയാണ്. ഇവിടെ സൺഡേ സ്കൂൾ പഠിച്ച് ഇവിടെ യുവജന സഖ്യത്തിലൊക്കെ ചേർന്ന് ഈ ലോകത്തിൻ്റെ വിദേശ രാജ്യങ്ങളിൽ സാധാരണ സ്കൂളിൽ പഠിച്ച 2 കുഞ്ഞുങ്ങൾ അവിടെ പോയി ബ്രിട്ടീഷുകാരുടെ കൂടെയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ജോലിയൊക്കെ ചെയ്യാനും ഒക്കെ തന്ന ഭാഗ്യം എൻ്റെ ഒന്നും എടുക്കല്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞാണ്, നിൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നീ നോക്കിയാൽ ദൈവം നിൻ്റെ മക്കളെ നോക്കിക്കോളൂ. അന്ന് കല്യാണം പോലും കഴിച്ചിട്ടില്ല. അമ്മ പറഞ്ഞ വാക്ക് ഞാൻ സത്യമാണെന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രയും ഉയരങ്ങളിലെത്തിച്ചു. ഹസ്ബൻഡ് ആണെങ്കിലും നല്ല ഡയറക്ടർ ജനറൽ പോസ്റ്റ് ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. ഇത്രയും പേരെ ഒരുമിച്ച് വിളിച്ചുകൂട്ടി ഇങ്ങനൊരു സ്നേഹവിരുന്ന് ഒരുക്കാൻ തന്ന അവസരത്തിനും ആയുസ്സിനും 33 വർഷം പൂർത്തിയാക്കി. എനിക്ക് ജോലി പൂർത്തിയായി, ഇനി 6 മാസം കൂടെ ഉണ്ടെങ്കിൽ പോലും പൂർത്തിയാക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. ലാഗ സെൻറ്റ് തോമസ് പള്ളിയുടെ വികാരിമാരും മാനേജർമാരും ഉൾപ്പെടെ ഞാനും കൂടെയാണ് ഇങ്ങോട്ട് വന്നത്. ആദ്യം PV ജോർജ് അച്ഛൻ്റെ പുറകെ ഞാനിങ്ങ് വന്നു 96-ൽ. അത് കഴിഞ്ഞ് PJ ഫിലിപ്പ് അച്ഛൻ, അത് കഴിഞ്ഞ് KK തോമസ് അച്ഛൻ.
കെ തോമസ് അച്ഛൻ ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് റിട്രീറ്റ് പോലെ ടീച്ചേഴ്സിനൊരു ക്ലാസ് ഉണ്ട്. ഇപ്പോഴും ആ ക്ലാസ് എടുക്കുന്നതും അച്ഛൻ പറഞ്ഞൊരു കഥ, ഒരു പാൻറ്റ് തയ്ക്കാനായിട്ട് അച്ഛൻ ഓർക്കുന്നുണ്ടാവും. മോൻ എന്ന് LKG പഠിക്കുന്നു. ഞാൻ അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വളരെ കർക്കശ സ്വഭാവക്കാരനായ കെ തോമസ് അച്ഛനെ കാണുമ്പോഴേ ഭയമാണ്. എന്നാലും സന്തോഷം അച്ഛന് വയ്യായിക ഉണ്ടെങ്കിലും വന്നതിൽ സംബന്ധിച്ചതിൽ. അപ്പോൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ അല്ലെ ഈ സ്നേഹവിരുന്നിൽ കടന്നു വന്ന എല്ലാവരെയും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട PP തോമസ് അച്ഛനെ എനിക്ക് ഭയമാണ്. ഞാൻ അച്ഛൻ ചാർജ് എടുത്തപ്പോഴേ സത്യം അച്ഛൻ പോയി കഴിഞ്ഞിട്ട് നടത്താനായിരുന്നു എൻ്റെ പ്ലാന്. കാരണം അച്ഛൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഞാൻ മാത്രമേ അന്ന് പള്ളിയിൽ പോയുള്ളൂ. അച്ഛൻ പറഞ്ഞു, ഞാൻ വരുന്ന വീട്ടിൽ വെള്ളം തരരുത്, കഴിക്കാൻ തരരുത്, എൻ്റെ പുറകെ പൈസയും കൊണ്ട് വരരുത്, കവറ് കൊണ്ട് വരരുത്, ഒന്നും പറയില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛൻ ഭവന സന്ദർശനം വരുമ്പോൾ ഒന്നും കൊടുക്കല്ല്, ഒന്നും പറയരുത്. അച്ഛനൊരു പ്രത്യേക ടൈപ്പാണ്, കൗൺസിലറാണ്, അതേ പിടിച്ച് അച്ഛൻ അടുത്ത ആഴ്ച പ്രസംഗിക്കുമെന്ന്. അതുപോലെ ഞാനില്ലാത്ത സമയത്ത് വന്നു, ഞാൻ രക്ഷപ്പെട്ടു. മാങ്ങാ പൂളി കൊടുത്തു, ചെത്തിയല്ല പൂളി കൊടുത്തു. എബ്രഹാം ഹ്യൂമൻസിനും കൊടുത്തു. അന്ന് മാങ്ങാ സീസണാണല്ലോ, മെയ് മാസം. ഞാൻ പറഞ്ഞു, ദൈവമേ ആ ലോഹയിലൊക്കെ വീണ് കാര്യമുള്ളത്, കാരണം ചെത്താൻ അറിയത്തില്ല, പൂളുവാണ്, അതിങ്ങനെ ഈമ്പിയല്ലേ ഇതിനുണ്ട്. അച്ഛൻ പറയാം, അല്ല എന്താ പറഞ്ഞാൽ എന്താ, സാധനമാണ് എനിക്ക് മാങ്ങാ തന്നത്. ഞാൻ ഇതിലൊന്നും കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് ഭയമാണ്. അച്ഛൻ ഒരു വർഷമേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുള്ളൂ, സെമിനാറിലോട്ട് പോവാണെന്ന് പറഞ്ഞു. അച്ഛൻ എല്ലാവിധ ആയുസ്സാരോഗ്യ നന്മകൾ നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രഹാം ഹ്യൂമൻ അച്ഛനുമായിട്ടാണ് എനിക്കൊട്ടും ഇല്ലാഞ്ഞ്, കോവിഡിൻ്റെ സമയം ആയിപ്പോയി. പിന്നെ ജോൺ ജോർജസിനാണ് എന്നെ എനർജറ്റിക് ആക്കിയത്. എൻ്റെ 2 നല്ല സ്വഭാവമേ അച്ഛന് ഇഷ്ടമുള്ളൂ. ഒന്ന്, പള്ളി മുമ്പിൽ വന്നിരിക്കും, രണ്ടാമത് വെള്ളസാരി എടുത്ത് വരും. ഇത് 2 സ്വഭാവമേ ഉള്ളൂ. പിന്നെ സാം ജോൺസനാണ് ഞങ്ങളെ ഈ സഭയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. അച്ഛനോടും നന്ദി പറയുന്നു. പിന്നെ സാബു അച്ഛന് സാജൻ ചാൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെയുള്ള പരിചയമാണ്. പിന്നെ നമ്മുടെ വക്കീൽ സാറ് എൻ്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ്. എന്നോട് എപ്പോഴും പറയും അവാർഡിന് അപേക്ഷിക്കണമെന്ന്, എപ്പോഴും എന്നെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അവാർഡ് കൊടുക്കണം, കിട്ടും ടീച്ചറിനെന്ന്. എല്ലാവരോടും കെ തോമസ് അച്ഛനോട്, എൻ്റെ ബന്ധുമിത്രാദികളോട്, കൂട്ടുകാരോട്, തിരുവനന്തപുരത്തു നിന്ന് മുതൽ ഞാൻ എടുത്തു പറയുന്നില്ല, സമയം പോയി, ആളുകൾ വന്നിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്യു വർഗീസിൻ്റെ കോവർക്കേഴ്സും റിട്ടയർഡ് അധ്യാപകരും റിട്ടയർഡ് സ്റ്റാഫും ഫാമിലിയും വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ SSLCയുടെ വാല്യുവേഷനുള്ളവർ വന്നിട്ടുണ്ട്, ക്ലസ്റ്റർ ട്രെയിനിങ്ങിനുള്ളവർ വന്നിട്ടുണ്ട്. എൻ്റെ PTA ഏറ്റവും എടുത്തു പറയേണ്ട ലേഡീസാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്, മദർ PTA അംഗങ്ങൾ. അവരെൻ്റെ കൂടിങ്ങനെ ഉടുമ്പ് പിടിച്ചേക്കുന്ന പോലെ ഇങ്ങനെ നടക്കുകയാണ്. ഇന്നലെ അവിടുത്തെ താരങ്ങളായിരുന്നു, ഇന്നും എൻ്റെ കൂടെ എല്ലാവരും വന്നിട്ടുണ്ട്. അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ സഹപ്രവർത്തകരെ, കുറച്ച് അധ്യാപകരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ ഇടവചനങ്ങൾ, കഴിഞ്ഞ 4 വർഷം പ്രാർത്ഥനയ്ക്കൊന്നും പോകത്തില്ല, സ്കൂളേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അച്ഛന്മാരും പള്ളിക്കാരും ഒക്കെ എനിക്കൊരു കൺസെഷൻ തന്നു, നീ റിട്ടയർ ആയിട്ടെങ്കിൽ വാ, നിന്നെ ഞാൻ പിടിച്ച് തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും 4 വർഷം എന്നെ സ്കൂളിന് വേണ്ടി ഫ്രീ ആക്കി വിട്ട ആനമല ഇടവകയോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബന്ധുമിത്രാദികളോട്, കുടുംബാംഗങ്ങളോട്, ഇന്ന് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്ന റോണി റോജൻ ടീമിനോട്, സ്റ്റേജും കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ വീഡിയോ ഒക്കെ വിളിച്ചത് ഒരു സന്തോഷം കൊണ്ടാണ്. വീഡിയോ ഒക്കെ ഇരിക്കട്ടെ, എല്ലാവരുടെയും ഒരു ഓർമ്മയൊക്കെ പുതുക്കാം, ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാം, അതുകൊണ്ടാണ് വീഡിയോക്കാരെയൊക്കെ വിളിച്ചത്. എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. മദർ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ക്ഷണിക്കുന്നു. 94-95 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗിഫ്റ്റ് അമ്മ ഏറ്റുവാങ്ങുന്നു. റെവറൻഡ് ഏബ്രഹാം P. ഉമ്മനച്ചനെ പ്രാർത്ഥനയ്ക്കായിട്ടും ആശീർവാദത്തിനായിട്ടും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുഗ്രഹീതമായി നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് വ്യത്യസ്തങ്ങളായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതൊക്കെ ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവ്, ഈ പ്രത്യേക സമയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നീണ്ട 33 വർഷം നല്ലൊരു അധ്യാപികയായി ഹെഡ്മിസ്ട്രസ്സായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിൽ ടീച്ചർക്ക് കഴിഞ്ഞു. നിൻ്റെ മകളിലൂടെ സമൂഹത്തിന്, ദേശത്തിനൊക്കെ ലഭിച്ചതായിട്ടുള്ള നല്ല നേതൃത്വവും സ്നേഹവും ഒക്കെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുവാൻ, നല്ല വഴിയിലൂടെ നടത്തുവാൻ തക്കവണ്ണം നിൻ്റെ മക്കൾക്ക് ഇടയാക്കി തീർത്തു. അങ്ങനെ ലഭിച്ച എല്ലാ സേവനങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ കുടുംബമായി ദൈവത്തെ അറിഞ്ഞ് നിന്നോടൊപ്പം ജീവിച്ചു.
പ്രിയപ്പെട്ട സാജനോടൊപ്പം കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ആനമല ഇടവകയുമായുടെ പ്രവർത്തനങ്ങളിലൊക്കെയും ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. ഈ അനുഗ്രഹീത ശുശ്രൂഷകളൊക്കെ പൂർത്തീകരിച്ച് നിൻ്റെ മകൾ റിട്ടയർ ചെയ്യുന്ന ഈ സമയത്ത് അനുഗ്രഹങ്ങൾ ധാരാളമായും ചുരിഞ്ഞു കൊടുക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വരുന്ന നാളുകളിലും ദൈവരാജ്യത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിപ്പാനുള്ള കൃപയും കൃപാവരങ്ങളും നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൂടി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണം. ഞങ്ങൾക്ക് ഇതുവരെ കൂട്ടായ്മ ഒരുക്കുവാൻ തക്കവണ്ണം നിൻ്റെ മക്കൾ മനസ്സ് കാണിച്ചതുകൊണ്ട് സ്തോത്രം. അവരെ നീ ശക്തീകരിക്കണമേ. ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അത് നിൻ്റെ നാമമഹത്വത്തിനാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തവനെ അവിടെ നിന്ന് കൂടെ ഇരിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരുടെയും, വിശേഷ അനിൽ ടീച്ചറോടും കുടുംബത്തോടും കൂടെ ഉണ്ടായിരുന്ന് ആശീർവദിക്കുകയും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളാണ് ഉയരത്തിൽ പറക്കുന്ന പട്ടങ്ങൾ. പട്ടം പറപ്പിക്കുന്ന കുട്ടി, എന്നെ പോലുള്ള മാഷന്മാരും.
എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം. ആ നൂല് ഒരു ബന്ധനമായിട്ട് കാണരുത്. അത് പൊട്ടിച്ചു കളഞ്ഞാൽ നിയന്ത്രണം വിട്ട് താഴെ ചെളിക്കുണ്ടിൽ വീഴും.